Good evening all, welcome back. So, ഇന്ന് നമ്മൾ 5th മൊഡ്യൂളിൻ്റെ റിമൈനിങ് പോർഷൻസ് ആയിരിക്കും കവർ ചെയ്യുന്നത്. അതിൻ്റെ നെക്സ്റ്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓൾറെഡി പഠിച്ചു. ഇനി നെക്സ്റ്റ് വൈബ്രേഷൻസ്. So, we will start with it. So, starting with vibrations. എന്താണ് vibrations? Okay. So, vibration as a definition we can tell it is a system is said to be vibrating when it is displaced from its position of stable equilibrium. അതിൻ്റെ ആ റെസ്റ്റ് അല്ലെങ്കിൽ ഒരു മീൻ പൊസിഷനിൽ നിന്ന് നമ്മൾ സ്ലൈറ്റ്ലി ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്തു. ഓക്കെ, അങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യാൻ നേരത്ത് ദ സിസ്റ്റം വിൽ ടെൻഡ് ടു കം ബാക്ക് ടു ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. ആ ഒരു പൊസിഷനിലേക്ക് തന്നെ അത് തിരിച്ച് റിട്ടേൺ ബാക്ക് ചെയ്യും. ഓക്കെ, ആൻഡ് ദിസ് ഇസ് വാട്ട് ഈസ് നോൺ ആസ് വൈബ്രേഷൻ. So vibration of a mechanical system generally results when a system is displaced from its position of stable equilibrium and the system tends to return to its equilibrium position. And ഈ equilibrium പൊസിഷനിലേക്ക് വരാനുള്ള റീസൺ എന്താണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി റീസ്റ്റോറിങ് ഫോഴ്സസ്. ഇപ്പോൾ റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് അതായത് അത് എന്ത് കാരണമാണ് തിരിച്ചു വരുന്നത്? ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു സിമ്പിൾ പെൻഡുലം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, സോ ഇഫ് യു ആർ കൺസിഡറിങ് എ സിമ്പിൾ പെൻഡുലം, നമുക്കറിയാം ഈ സിമ്പിൾ പെൻഡുലം നമ്മൾ ഇവിടെ നിന്ന് ഇതിൻ്റെ മീൻ പൊസിഷനിൽ നിന്ന് ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്തു. ഓക്കെ, അറ്റ് ആൻ ആംഗിൾ തീറ്റ. സോ ആഫ്റ്റർ സം ടൈം ദിസ് സിമ്പിൾ പെൻഡുലം, ഓക്കെ, അങ്ങനെ ആ ഒരു ഫോഴ്സ് എടുത്തു കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും ദിസ് സിമ്പിൾ പെൻഡുലം വിൽ കം ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ അല്ലേ? അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്താലും ദിസ് വിൽ കം ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. ഓക്കെ, ഇതിനെയാണ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ എന്ത് കാരണമാണ് അത് തിരിച്ചു വന്നത്? നമ്മളൊരു ഇനിഷ്യൽ ഫോഴ്സ് കൊടുത്തു, എന്നിട്ട് ആ ഫോഴ്സ് റിമൂവ് ചെയ്തപ്പോഴത്തേക്കും ഈ ഒരു ഈ സിമ്പിൾ പെൻഡുലം തിരിച്ച് അതിൻ്റെ ഈ ഒരു പഴയ പൊസിഷനിലേക്ക് വന്നു. സോ അത് വരാനുള്ള റീസൺ ഒരു റീസ്റ്റോറിങ് ഫോഴ്സാണ്. സോ ദിസ് റീസ്റ്റോറിങ് ഫോഴ്സ്, അപ്പോൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിലാണെങ്കിൽ ഈ റീസ്റ്റോറിങ് ഫോഴ്സ് എന്താണ്? ഗ്രാവിറ്റിയാണ്. സോ ഡ്യൂ ടു ഗ്രാവിറ്റി ഇറ്റ് കംസ് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. ഇനി ഫോർ എക്സാമ്പിൾ ഇൻ കേസ് ഓഫ് എ മാസ് സിസ്റ്റം, ഓക്കെ, ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റം. സ്പ്രിംഗ് മാസ് സിസ്റ്റം എന്ന് വെച്ചാൽ ഒരു സ്പ്രിംഗ് ഉണ്ടാകും, ആ സ്പ്രിങ്ങിൻ്റെ എൻഡിലൊരു മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, സോ ഇതിലേക്ക് ഈ മാസിൽ നമ്മളൊരു ഇനിഷ്യൽ ഫോഴ്സ് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇനിഷ്യൽ ഫോഴ്സ് കൊടുക്കാൻ നേരത്തെ എന്താ പറ്റുന്നത്? ദിസ് വിൽ അല്ലേ, ഇത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ആകും. ഇനി ഈ ഫോഴ്സ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ, ഓക്കെ, ഈ ഒരു ഫോഴ്സ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ നേരത്തെ എന്താ പറ്റുന്നത്? ഇത് തിരിച്ച് ഇതിൻ്റെ ഈ ഒറിജിനൽ പൊസിഷനിലേക്ക് തന്നെ, അതായത് ഇവിടെ നിന്ന് തിരിച്ച് ഈ ഒറിജിനൽ പൊസിഷനിലേക്ക് തന്നെ വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ എന്താണ് ആ ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സ്പ്രിങ്ങിൻ്റെ, ഓക്കെ, സ്പ്രിങ് ഇലാസ്റ്റിക് ആയതുകൊണ്ട് ആ ഒരു ഇലാസ്റ്റിക് ഫോഴ്സാണ് ഇതിൽ ആക്ട് ചെയ്യുന്നത്. സോ ദി ഇലാസ്റ്റിക് ഫോഴ്സ് ഈസ് ദ റീസ്റ്റോറിങ് ഫോഴ്സ് ഇൻ കേസ് ഓഫ് എ മാസ് വിച്ച് ഈസ് അറ്റാച്ച്ഡ് ടു ദ എൻഡ് ഓഫ് എ സ്പ്രിങ്. ക്ലിയർ അല്ലേ? അപ്പോൾ സ്പ്രിങ് മാസ് സിസ്റ്റത്തിൽ ഇലാസ്റ്റിക് ഫോഴ്സും സിമ്പിൾ പെൻഡുലത്തിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സുമാണ് റീസ്റ്റോറിങ് ഫോഴ്സസ്. സോ വി ക്യാൻ generalize vibrations as to and fro motion of an object about its mean position. അതിൻ്റെ മീൻ പൊസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നുള്ള ടു ആൻഡ് ഫ്രോ മോഷനെയാണ് നമ്മൾ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ടു ആൻഡ് ഫ്രോ അത് റിട്ടേൺ ബാക്ക് ചെയ്യാനുള്ള റീസൺ ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് ആയിരിക്കും. ആൻഡ് ദാറ്റ് റീസ്റ്റോറിങ് ഫോഴ്സ് ഈസ് എയ്തർ ഇലാസ്റ്റിക് ഫോഴ്സ് ഓർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി സിസ്റ്റം. നെക്സ്റ്റ്, എലമെൻറ്റ്സ് ഓഫ് എ മെക്കാനിക്കൽ വൈബ്രേറ്റിംഗ് സിസ്റ്റം. ഒരു വൈബ്രേറ്റിംഗ് സിസ്റ്റത്തിലുള്ള എലമെൻറ്റ്സ് ആണ് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. സോ മെയിൻലി 3 എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് വൺ ഈസ് എൻ ഇനേർഷ്യൽ എലമെൻറ്റ്, ദെൻ കോംപ്ലിയൻസ് എലമെൻറ്റ് ആൻഡ് ഡാമ്പിംഗ് എലമെൻറ്റ്. ആൻഡ് മൂവിങ് ഓൺ ടു ദ ഇനേർഷ്യൽ എലമെൻറ്റ്സ്. ഇനേർഷ്യൽ എലമെൻറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം ദർ ഇസ് റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. ഓക്കെ, സോ ദർ ഇസ് റൊട്ടേഷൻ ആൻഡ് റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ, ഇത് രണ്ടുമുണ്ട്. സോ ഇനേർഷ്യൽ എലമെൻറ്റ് ഒരു ട്രാൻസ്ലേഷൻ വൈബ്രേഷൻ ആണെങ്കിൽ, ഓക്കെ, വാട്ട് വിൽ ബി ദ ഇനേർഷ്യൽ എലമെൻറ്റ്? ദ ഇനേർഷ്യൽ എലമെൻറ്റ് ഇസ് മാസ്. ദറ്റ് ഈസ് ഇറ്റ് വിൽ ബി ഇൻ അക്കോർഡൻസ് വിത്ത് ദി ലോസ് ഓഫ് മെക്കാനിക്സ്. ലോസ് ഓഫ് മെക്കാനിക്സ് F ഈസ് ഈക്വൽ ടു ma. അപ്പോൾ ഇതിൽ മാസ്, ആ മാസിൻ്റെ യൂണിറ്റ്സിലായിരിക്കും നമ്മൾ പറയുന്നത് ഇനേർഷ്യൽ എലമെൻറ്റ്.
Okay, in case of a rotation, okay, rotational vibration ആണെങ്കിൽ we will be dealing with the inertial element. Inertial element എന്ന് വെച്ചാൽ എന്തായിരിക്കും ഇവിടെ? Moment of inertia, that is I. Okay, so here നമുക്ക് F is equal to ma ആണ് ഇവിടുത്തെ equation, and in case of rotational vibration the equation is T is equal to I alpha. Okay, alpha എന്ന് വെച്ചാൽ angular acceleration and T is the torque. Okay, is it clear? So inertial element mass, ഇപ്പം നമ്മളൊരു സ്പ്രിങ്ങിൻ്റെ കാര്യത്തിൽ പറഞ്ഞു, സ്പ്രിങ്ങിൻ്റെ കേസിൽ എന്താണ്? മാസ്സാണ് inertial element. Clear അല്ലേ? Again, next is the compliance element. So compliance element must return to its equilibrium position when the applied force is removed. Okay, so compliance element എന്ന് വെച്ചാൽ എന്താ? That element should come back to its original position. അതിൻ്റെ equilibrium പൊസിഷനിലേക്ക് വരണം. ഓക്കെ, അപ്ലൈഡ് ഫോഴ്സ് റിമൂവ് ചെയ്യാൻ നേരത്തെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരുന്ന അങ്ങനെയുള്ള എലമെൻറ്റിനെയാണ് നമ്മൾ കോംപ്ലിയൻസ് എലമെൻ്റ് എന്ന് പറയുന്നത്. സോ ഇൻ കേസ് ഓഫ് എ ട്രാൻസ്ലേഷൻ വൈബ്രേഷൻ ആൻഡ് റൊട്ടേഷണൽ വൈബ്രേഷൻ, ഓക്കെ, സോ ഇൻ കേസ് ഓഫ് എ ട്രാൻസ്ലേഷണൽ വൈബ്രേഷൻ വാട്ട് ഈസ് ദ ഇക്വേഷൻ? F is equal to kx. ഓക്കെ, സോ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പഠിക്കുന്നുണ്ട്. സോ ഫോഴ്സ് ഇസ് ഈക്വൽ ടു, സോ അതായത് റീസ്റ്റോറിങ് ഫോഴ്സ് അല്ലേ, ആ ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് അപ്പോൾ എന്താ പറയുന്നത്? ഇറ്റ് മസ്റ്റ് റിട്ടേൺ ടു ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. സോ ദറ്റ് മീൻസ് ഇറ്റ് മസ്റ്റ് കം ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ, ആൻഡ് ദാറ്റ് ഈസ് ഗവേൺഡ് ബൈ ദി റീസ്റ്റോറിങ് ഫോഴ്സ് അല്ലേ, റീസ്റ്റോറിങ് ഫോഴ്സ്. ആ റീസ്റ്റോറിങ് ഫോഴ്സ് എന്താണ്? F is equal to k into x. സിമിലർലി റൊട്ടേഷണൽ വൈബ്രേഷൻ ആണെങ്കിൽ ദറ്റ് ഈസ് ദ റീസ്റ്റോറിങ് മൊമെൻറ്റ്. Okay, and restoring moment is equal to k into delta, and this k എന്താണ്? Stiffness. Okay, k is the stiffness of the system. Clear അല്ലേ? And finally moving on to the damping element. Okay, dampers എന്ന് വെച്ചാൽ എന്താണ്? സോ നമുക്കിപ്പോൾ അറിയാം നമ്മളുടെ ബിൽഡിങ്സിലൊക്കെ ഡാമ്പേഴ്സ് യൂസ് ചെയ്യുന്നു. സോ ഡാമ്പേഴ്സ് എന്ന് വെച്ചാൽ എനിത്തിങ് വിച്ച് റെസിസ്റ്റ് ദി വൈബ്രേറ്ററി മോഷൻ. ഓക്കെ, സോ എനി റെസിസ്റ്റൻസ്, ഓക്കെ, ആ റെസിസ്റ്റൻസിനെയാണ് വൈബ്രേഷൻ നടക്കാതിരിക്കാനുള്ള ആ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ വൈബ്രേറ്ററി മോഷൻ സ്ലോ ഡൗൺ ചെയ്യുന്ന ആ ഒരു എലമെൻ്റാണ് ഡാമ്പിംഗ് എലമെൻറ്റ്. ഓക്കെ, സോ എനി റെസിസ്റ്റൻസ് ടു വൈബ്രേറ്ററി മോഷൻ ഇസ് കോൾഡ് ഡാമ്പിംഗ്. ആൻഡ് ദ ഡാമ്പിംഗ് കമ്പോണൻസ്, ഓക്കെ, ഡാമ്പിംഗ് കമ്പോണൻസിൽ നമ്മൾ മാസ് 0 ആയിട്ട് അസ്യൂം ചെയ്യും, അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റിയും 0 ആയിട്ട് അസ്യൂം ചെയ്യും. ഇസ് ഇറ്റ് ക്ലിയർ? So what all are 0? Mass is equal to 0. Similarly, elasticity is also 0. Again, translational motion ആണെങ്കിൽ, okay, equation എന്താണ്? The damping force is equal to c into v. ഈ v എന്ന് വെച്ചാൽ velocity. Okay, so c, this is the constant ആണ്, constant of proportionality ആണ് c. Okay, that is known as the coefficient of damping. ഡാമ്പിംഗ് കോഎഫിഷ്യൻ്റ് എന്ന് പറയും സി എ. അതുപോലെ തന്നെ ഇൻ കേസ് ഓഫ് ഡാമ്പിംഗ് മൊമെൻറ്റ്, ഓക്കെ, ഡാമ്പിംഗ് മൊമെൻറ്റ് ഇസ് എം ഡി ഇസ് ഈക്വൽ ടു സി ഒമേഗ. ഒമേഗ ഇസ് ദി ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റി. സോ ഇസ് ഇറ്റ് ക്ലിയർ? സോ ഇങ്ങനെ 3 എലമെൻറ്റ്സ് ആണുള്ളത്. ഓക്കെ, ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ ഇനേർഷ്യൽ എലമെൻറ്റ്, സെക്കൻഡ് വൺ കോംപ്ലിയൻസ് എലമെൻറ്റ്, ആൻഡ് തേർഡ് വൺ ഡാമ്പിംഗ് എലമെൻറ്റ്. അഗെയിൻ, ഇൻ വാട്ട് ഓൾ വേസ് വി ക്യാൻ ക്ലാസിഫൈ വൈബ്രേഷൻസ്? ഓക്കെ, വൈബ്രേഷൻസിന് ബേസിക്കലി 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, ആൻഡ് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഡിറക്ഷൻ ഓഫ് മോഷൻ. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ദി ഡിറക്ഷൻ, എങ്ങോട്ടാണ് ആ വൈബ്രേറ്ററി മോഷൻ നടക്കുന്നത് അത് വെച്ചിട്ട് നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. വൺ ഇസ് ലോങ്ങിറ്റ്യൂഡിനൽ വൈബ്രേഷൻ, ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ ആൻഡ് ടോർഷണൽ വൈബ്രേഷൻ. ഓക്കെ, സോ ലെറ്റ്സ് സീ വാട്ട് ലോങ്ങിറ്റ്യൂഡിനൽ വൈബ്രേഷൻ ഇസ്. സോ ലോങ്ങിറ്റ്യൂഡിനൽ വൈബ്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ദ പാർട്ടിക്കിൾസ്, ഓക്കെ, അതായത് ലോങ്ങിറ്റ്യൂഡിനൽ വേസിലാണ് മൂവ് ചെയ്യുന്നത്. ലോങ്ങിറ്റ്യൂഡ് അതായത് ഇപ്പം ഇതൊരു ഷാഫ്റ്റ് തന്നിട്ടുണ്ട് നമുക്കിങ്ങനെ ഒരു ഷാഫ്റ്റ്. ഓക്കെ, ഈ ഷാഫ്റ്റിൻ്റെ ആക്സിസ് തന്നിട്ടുണ്ട്. ഈ ആക്സിസിൻ്റെ അതേ ഡയറക്ഷനിൽ, ഓക്കെ, ഈ ഒരു ആക്സിസിൻ്റെ ഡയറക്ഷനിലാണ് വൈബ്രേഷൻ എങ്കിൽ, ആക്സിസിന് പാരലായിട്ടാണ് വൈബ്രേഷൻ എങ്കിൽ അതിനെയാണ് ലോങ്ങിറ്റ്യൂഡിനൽ വൈബ്രേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, so let's for example consider a shaft. Shaft is fixed at the, okay, ഈ ഒരു എൻഡിൽ ഫിക്സ്ഡ് ആണ്, ആൻഡ് ദിസ് ഈസ് ദി ഷാഫ്റ്റ്. ഈ ഷാഫ്റ്റിൻ്റെ എൻഡിലായിട്ട് നമ്മളൊരു ഡിസ്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദിസ് ഈസ് ദി ഡിസ്ക്. ഇനി ഈ ഡിസ്കിന് നമ്മൾ ഫസ്റ്റ് ഇങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ് ചെയ്തു. ഓക്കെ, ഫോർ എ ഡിസ്റ്റൻസ് എക്സ് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ് ചെയ്തു, ആൻഡ്
അഗെയിൻ അത് എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് തിരിച്ച് റീസ്റ്റോറിങ് ഫോഴ്സ്, റീസ്റ്റോറിങ് കാരണം അത് മേളിലേക്ക് തന്നെ പോവും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഈ മീൻ പൊസിഷനിൽ നിന്ന് എബൌട്ടായിട്ട് മേളിലോട്ടും ഓക്കെ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യും. ആൻഡ് ദിസ് മൂവ്മെൻറ്റ്, ഈ മോഷൻ എന്തിന് പാരലലാണ്, അതായത് ഈ ഷാഫ്റ്റിൻ്റെ ആക്സിസ് എടുക്കുകയാണെങ്കിൽ ഈ ആക്സിസിന് പാരലലാണ് അല്ലേ, ആക്സിസിന് പാരലൽ, ഇതാണ് ആക്സിസ്, ഈ ആക്സിസിന് പാരലായിട്ടാണ്, അതായത് ഇങ്ങോട്ടുമാണ് മൂവ് ചെയ്യുന്നത്. സോ ആക്സിസിന് പാരലായിട്ടുള്ള ആ ഒരു മോഷനെയാണ് നമ്മൾ ലോങ്ങിറ്റ്യൂഡിനൽ മോഷൻ അല്ലെങ്കിൽ ലോങ്ങിറ്റ്യൂഡിനൽ വൈബ്രേഷൻസ് എന്ന് പറയുന്നത്. സോ ദ പാർട്ടിക്കിൾസ് ഓഫ് എ ഡിസ്ക് ഓഫ് എ ഷാഫ്റ്റ് അണ്ടർഗോസ് ടു ആൻഡ് ഫ്രോ മോഷൻ പാരലൽ ടു ദി ആക്സിസ് ഓഫ് ഷാഫ്റ്റ്. ഷാഫ്റ്റിൻ്റെ ആക്സിസിന് പാരലായിട്ടാണ് പോകുന്നത്. ദ ഷാഫ്റ്റ് ഈസ് ഇലോങ്ങേറ്റഡ് ആൻഡ് ഷോർട്ടേൺഡ് ഓൾട്ടർനേറ്റീവ്ലി അല്ലേ. അപ്പോൾ ഷാഫ്റ്റ് എന്താ ഇലോങ്ങേറ്റും ചെയ്യും, അതായത് താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇലോങ്ങേറ്റ് ചെയ്യും, അതുപോലെ തന്നെ മേളിലേക്ക് അപ്വേർഡ്സ് പോകുമ്പോൾ ഷോർട്ടണും ആകും. ആൻഡ് സോ അതുകൊണ്ട് ഇങ്ങനെ ഈ ലെങ്ത് വൈസ് ഉള്ള സ്ട്രെസ്സസ്, ലെങ്ത് വൈസ് ഇങ്ങനെ മൂവ് ചെയ്യാൻ നേരത്ത് എന്താ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ ടെൻസൈൽ ആൻഡ് കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, ടെൻസൈൽ സ്ട്രെസ് എന്ന് വെച്ചാൽ എന്താ, ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഇരിക്കുന്നൊരു ഒബ്ജക്റ്റ് നമ്മൾ രണ്ട് സൈഡിലും ഫോഴ്സ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ഫോഴ്സ് കൊടുത്ത കാരണം ഇതിൻ്റെ ലെങ്ത്ത് ഇൻക്രീസായി. ഓക്കെ, ഈ ഇലോങ്ങേഷൻ കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത്. അതുപോലെ കംപ്രസീവ് സ്ട്രെസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഈ രണ്ട് സൈഡിൽ നിന്നും ആ ബോഡിയിലേക്ക് ഫോഴ്സ് കൊടുത്തു. അപ്പോൾ എന്ത് പറ്റും, ഈ ബോഡി ഷോർട്ട് ടേൺ ആകും. ഓക്കെ, ഇങ്ങനെ ഷോർട്ട് ടേൺ ആകുന്ന ആ ഒരു സ്ട്രെസ്സിനെയാണ് കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഈ ഇലോങ്ങേഷനും ഷോർട്ടനിങ്ങും കാരണം ടെൻസൈൽ ആൻഡ് കംപ്രസീവ് സ്ട്രെസ്സസ് ഉണ്ടാവും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഈസ് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻസ്. ഓക്കെ, സോ ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ എന്ന് വെച്ചാൽ എന്താ, ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലുള്ള മോഷൻ, അതായത് ആക്സിസ് ഏതാണ്, ഇതാണ് ആക്സിസ് അല്ലേ. സോ ഈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മോഷനെയാണ്, അതായത് ഓൾമോസ്റ്റ് പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, ഓൾമോസ്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മോഷനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻസ് എന്ന് പറയുന്നത്. സോ വെൻ പാർട്ടിക്കിൾസ് മൂവ് അപ്രോക്സിമേറ്റ്ലി പെർപെൻഡിക്കുലർ ടു ദി, ഓക്കെ, പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. സോ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഇത് ബെൻഡിങ്, ഇവിടെ ഇങ്ങനെ ബെൻഡിങ് സംഭവിക്കും. ഓക്കെ, സോ ഇങ്ങനെ ബെൻഡിങ് ആകുന്നത് കൊണ്ട് എന്ത് പറ്റും, അവിടെ ടെൻസൈലും കംപ്രസീവ് സ്ട്രെസ്സും ഉണ്ടാവും. ഓക്കെ, ബെൻഡിങ് ആകുമ്പോൾ അതായത് ഇപ്പോൾ ഇങ്ങനെയൊരു ഒബ്ജക്റ്റ്, ഓക്കെ, ഇങ്ങനെയൊരു ഒബ്ജക്റ്റ് ഇത് ബെൻഡ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ബെൻഡ് ചെയ്യാൻ നേരത്ത് ഇവിടെ ഇത് ഇലോങ്ങേഷൻ സംഭവിക്കും അല്ലേ, ഇവിടെ ഇലോങ്ങേഷൻ സംഭവിക്കും, ഇവിടെ എന്ത് പറ്റും, കംപ്രഷനും സംഭവിക്കും. അതായത് ഇവിടെ കുറവും ഇവിടെ കൂടുതലും ആയിരിക്കും, ഇവിടെ ഷോർട്ടനിങ്ങും സംഭവിക്കും, ഇവിടെ ഇലോങ്ങേറ്റും ചെയ്യും. സോ ഈ ഇലോങ്ങേറ്റ് ചെയ്യുന്നിടത്ത് എന്താണ്, ടെൻസൈൽ സ്ട്രെസ്സും ഈ ഷോർട്ട് ടേൺ ചെയ്തെടുത്ത് കംപ്രസീവ് സ്ട്രെസ്സും ഉണ്ടാകും. ഓക്കെ, സോ ഹിയർ ഓൾസോ ഇറ്റ് വിൽ ബി സബ്ജക്റ്റഡ് ടു ടെൻസൈൽ ആൻഡ് കംപ്രസീവ് സ്ട്രെസ്സസ്. ഇസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ് ഇസ് ടോർഷണൽ വൈബ്രേഷൻസ്. ടോർഷണൽ വൈബ്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഒരു സർക്കുലർ ആർക്ക്, ഓക്കെ, ഒരു സർക്കുലർ രീതിയിൽ അത് ടു ആൻഡ് ഫ്രോ ആയിട്ട് മൂവ് ചെയ്യുകയാണെങ്കിലാണ് അതിന് ടോർഷണൽ വൈബ്രേഷൻ എന്ന് പറയുന്നത്. അതായത് നേരത്തെ പോലെ ഒരു ഷാഫ്റ്റ് കൺസിഡർ ചെയ്യുക, ഈ ഷാഫ്റ്റിൻ്റെ എൻഡിൽ ഒരു ഡിസ്ക് ഉണ്ട്. ഓക്കെ, ഈ ഡിസ്കിനെ നമ്മൾ എന്ത് ചെയ്യുക, ട്വിസ്റ്റ് ചെയ്യുക ഇങ്ങനെ, അതായത് ഇങ്ങനെ ഒരു ട്വിസ്റ്റിംഗ് ഫോഴ്സ് കൊടുക്കണം. ട്വിസ്റ്റിംഗ് ഫോഴ്സ് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് ഈ ഒരു ഡയറക്ഷനിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമായിട്ട് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ഒരു ക്ലോക്ക് വൈസ് ആണെങ്കിൽ നെക്സ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ ടോർഷണൽ വൈബ്രേഷൻ എന്ന് പറയുന്നത്. സോ വെൻ പാർട്ടിക്കിൾസ് മൂവ് അലോങ് എ സർക്കുലർ ആർക്ക്, ഇപ്പോൾ ഒരു സർക്കുലർ ഫോമിലായിരിക്കും, പാത്തായിരിക്കും അത് ഫോളോ ചെയ്യുക. സോ സർക്കുലർ പാത്തിൽ ഓസിലേറ്റ് ചെയ്യും. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലേക്ക് ഓസിലേറ്റ് ചെയ്യും എബൌട്ട് ദി ആക്സിസ് ഓഫ് ദി ഷാഫ്റ്റ്. അപ്പോൾ ഇതിനെയാണ് ടോർഷണൽ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് അണ്ടർഗോസ് എ ട്വിസ്റ്റ്, ഒരു ട്വിസ്റ്റാണ് അവിടെ സംഭവിക്കുന്നത്. അഗെയിൻ ഈ ട്വിസ്റ്റ് കാരണം എന്ത് പറ്റും, അതിലൊരു ഷിയർ സ്ട്രെസ് ഉണ്ടാകും. ഓക്കെ, ഷിയർ സ്ട്രെസ് എന്ന് വെച്ചാൽ ആ ഒരു സർഫസിന് പാരലലായിട്ടാണ് ഫോഴ്സ് ഉണ്ടാകുന്നത്. അതായത് ഈ ഡിസ്കിന്, ഈ ഒരു ഡിസ്ക് ഇങ്ങനെ ഒരു സർക്കുലർ ഡിസ്ക് അല്ലേ, ഈ സർക്കുലർ ഡിസ്ക് ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കാരണം ഇതിൻ്റെ ഈ ഒരു ആംഗിൾ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത് കാരണം അവിടെ എന്തുകൊണ്ടാവും, ഷിയർ സ്ട്രെസ് ഉണ്ടാവും. ഇസ് ഇറ്റ് ക്ലിയർ? അതാണ് ടോർഷണൽ വൈബ്രേഷൻ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വൈബ്രേഷൻസ് ഫ്രീ ആൻഡ് ഫോഴ്സ്ഡ് വൈബ്രേഷൻസ്. ഓക്കെ, ഫ്രീ ആൻഡ് ഫോഴ്സ്ഡ് വൈബ്രേഷൻസ് എന്ന് വെച്ചാൽ
സോ ഫ്രീ വൈബ്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പം നമ്മളൊരു വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. സോ വൈബ്രേഷൻ തുടങ്ങാനായിട്ട് നമുക്കൊരു ഇനിഷ്യൽ ഫോഴ്സ് വേണം അല്ലേ? ഒരു ഇനിഷ്യൽ ഫോഴ്സ് ഉണ്ടെങ്കിലേ അത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ വൈബ്രേറ്റ് ചെയ്യാൻ. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ എന്ത് പറ്റും? ഇത് പതുക്കെ സ്റ്റോപ്പ് ചെയ്യും. അതായത് ഈ വൈബ്രേഷൻ പാർട്ടിക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് പതുക്കെ എന്താവും? അതിൻ്റെ എനർജി പോയിട്ട് അത് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ഇതിനെയാണ് ഫ്രീ വൈബ്രേഷൻ എന്ന് പറയുന്നത്. അതേ സമയത്ത് നമ്മൾ ഇടയ്ക്ക് ഒരു കണ്ടിന്യൂസ് ഇടയ്ക്ക് ഒരു ഇൻ്റർവെല്ലിന് ഒരു ടൈം ഇൻ്റർവെല്ലായിട്ട് ഒരു ഫോഴ്സ് കൊടുത്തോണ്ടേ ഇരുന്നാൽ എന്ത് പറ്റും? അത് സ്റ്റോപ്പ് ആകത്തില്ല, അത് കണ്ടിന്യൂ ചെയ്യും അതിൻ്റെ വൈബ്രേറ്ററി മോഷൻ. സോ അങ്ങനെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള വൈബ്രേറ്ററി മോഷനെയാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഫ്രീ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ മെക്കാനിക്കൽ എലമെൻറ്റ് ഈസ് സെഡ് ടു ഹാവ് ഫ്രീ വൈബ്രേഷൻ ഇഫ് പീരിയോഡിക് മോഷൻ കണ്ടിന്യൂസ് ആഫ്റ്റർ ദി കോസ് ഓഫ് ഒറിജിനൽ ഡിസ്റ്റർബിംഗ് ഫോഴ്സ് ഇസ് റിമൂവ്ഡ്. ഓക്കെ, നമ്മൾ ഒറിജിനൽ അതായത് ആ ഡിസ്റ്റർബിംഗ് ഫോഴ്സ്, ആ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലായിരുന്നു, അതിന് നമ്മളൊരു ഫോഴ്സ്, ഇനീഷ്യൽ ഫോഴ്സ് കൊടുക്കും. അതിനെയാണ്, ആ ഇനീഷ്യൽ ഫോഴ്സിനെയാണ് ഇനീഷ്യൽ ഡിസ്റ്റർബിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ ഇനീഷ്യൽ ഫോഴ്സ് എന്നിട്ട് നമ്മൾ റിമൂവ് ചെയ്യും. ഓക്കെ, ഈ ഫോഴ്സ് റിമൂവ് ചെയ്യാൻ നേരത്തെ എന്ത് പറ്റും? ഈ വൈബ്രേഷൻ കണ്ടിന്യൂ ചെയ്യും, പക്ഷേ അതിൻ്റെ എനർജി ലോസ് ആയിക്കൊണ്ടിരിക്കും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് കൊണ്ട്, വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ എനർജി ഗ്രാജ്വലി ലോസ് ആകും. എന്നിട്ട് എന്ത് പറ്റും? ഇറ്റ് വിൽ കം ടു സ്റ്റോപ്പ്. സോ ദ ഫ്രീ വൈബ്രേഷൻ വിൽ ഇവൻച്വലി സ്റ്റോപ്പ് ഡ്യൂ ടു ദ ലോസ് ഓഫ് എനർജി ഫ്രം ദി സിസ്റ്റം. ഓക്കെ, അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യല്ലേ. സോ ഗ്രാജ്വലി എന്ത് പറ്റും? അതിൻ്റെ എനർജി ലോസ് ആകും, എന്നിട്ടത് സ്റ്റോപ്പിൽ നിൽക്കും. നെക്സ്റ്റ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് ആ ഓരോ ഫോഴ്സ് പീരിയോഡിക് ആയിട്ട് ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കും, ഡിസ്റ്റർബിംഗ് ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ സിസ്റ്റം ഈസ് സെഡ് ടു അണ്ടർഗോ എ ഫോഴ്സ്ഡ് വൈബ്രേഷൻ വെൻ പീരിയോഡിക് ഡിസ്റ്റർബിംഗ് ഫോഴ്സ്. ഓക്കെ, ഇനിഷ്യൽ അല്ല. ഓക്കെ, ഈ കേസിൽ എന്താണ്? നമ്മളൊരു ഇനിഷ്യൽ ഡിസ്റ്റർബിംഗ് ഫോഴ്സ് ആയിരുന്നു കൊടുക്കുന്നത്. ഇതിൽ പീരിയോഡിക് ആയിട്ടുള്ളൊരു ഡിസ്റ്റർബിംഗ് ഫോഴ്സ് ആയിരിക്കും കൊടുക്കുന്നത്. സോ അങ്ങനെ പീരിയോഡിക് ആയിട്ടുള്ളൊരു ഫോഴ്സ് ആക്ട് ചെയ്യാൻ നേരത്ത് എന്ത് പറ്റും? പീരിയോഡിക് ആയിട്ടുള്ളൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്യത്തില്ല, അതായത് എനർജി ലോസ് അവിടെ ഉണ്ടാകത്തില്ല. ക്ലിയർ അല്ലേ? സോ ദാറ്റ് ഈസ് ഫ്രീ വൈബ്രേഷൻ ആൻഡ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് സ്പേഷ്യൽ കോർഡിനേറ്റ്സ്. ഓക്കെ, സോ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് സ്പേഷ്യൽ കോർഡിനേറ്റ്സ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള, അതായത് നമുക്കിപ്പോൾ ഒരു ബോഡി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ പൊസിഷൻ അറിയണം. ഓക്കെ, അപ്പോൾ നമ്മൾ പൊസിഷൻ അറിയാനായിട്ട് എങ്ങനെയാണ് അതിൻ്റെ കോർഡിനേറ്റ്സ് ലൊക്കേറ്റ് ചെയ്യുക അല്ലേ? ഇപ്പം നമ്മൾ നിൽക്കുന്ന പൊസിഷൻ അറിയണമെങ്കിൽ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യും? നമ്മുടെ XYZ ഒരു റെഫറൻസ് പോയിന്റിൽ നിന്ന് നമ്മുടെ XY ആൻഡ് Z കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ആ ഒരു പൊസിഷൻ നമ്മുടെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും ആ കോർഡിനേറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ. സിമിലർലി ഒരു ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു ബോഡിയോ അതിൻ്റെ പൊസിഷൻ നമുക്ക് ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോർഡിനേറ്റ്സ് വേണം, സ്പേഷ്യൽ കോർഡിനേറ്റ്സ്. ഓക്കെ, സോ ദ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് സ്പേഷ്യൽ കോർഡിനേറ്റ്സ്, അപ്പോൾ ഒരു ഒബ്ജക്റ്റ് നമ്മൾ എത്ര ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് വേണം, ഓക്കെ, ആ ഒരു നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സിനെയാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് എ ഫിസിക്കൽ സിസ്റ്റം ഈസ് ദി നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് സ്പേഷ്യൽ കോർഡിനേറ്റ്സ് റിക്വയർഡ് ടു ഡിഫൈൻ ദി കോൺഫിഗറേഷൻ. ഓക്കെ, ആ സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ പൊസിഷൻ. ഓക്കെ, കോൺഫിഗറേഷൻ ഓർ ദി പൊസിഷൻ. സോ ആ പൊസിഷൻ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോർഡിനേറ്റ്സിനെയാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം, ഒരു ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് മതിയെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? 1 ഡിഗ്രി ഓഫ് ഫ്രീഡം. ഓക്കെ, ഇനി 2 കോർഡിനേറ്റ്സ് വേണം. ഇപ്പോൾ X ആൻഡ് Y കോർഡിനേറ്റ്സ് വേണമെങ്കിൽ അതിന് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇനി XYZ കോർഡിനേറ്റ്സ് വേണമെങ്കിൽ എത്രയാണ്? 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, അങ്ങനെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പറയുന്നത്. സോ എ റിജിഡ് ബോഡി ഇൻ സ്പേസ് വിൽ ഹാവ്, ഇപ്പോൾ ഒരു റിജിഡ് ബോഡിക്ക്, ഓക്കെ, ലെറ്റ് us കൺസിഡർ ഫോർ എനി ബോഡി, ഒരു റിജിഡ് ബോഡി, ഓക്കെ, സ്പേസിലുള്ള ഒരു റിജിഡ് ബോഡിയെ എത്ര 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വേണം. ഓക്കെ, 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ ആംഗുലാർ പൊസിഷനും അതുപോലെ തന്നെ ലീനിയർ പൊസിഷനും. ഓക്കെ, റെക്റ്റിലീനിയർ പൊസിഷൻസ് ആൻഡ് ആംഗുലാർ പൊസിഷൻസ്. റെക്റ്റിലീനിയർ പൊസിഷൻ എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ XYZ. ഓക്കെ, അതുപോലെ തന്നെ ആംഗുലാർ പൊസിഷൻസ്, അതായത് ആംഗിൾസ് വേണം. ഓക്കെ, X എന്നുള്ളതും Y എന്നുള്ളതും Z എന്നുള്ളതും നമ്മൾ ആൽഫ, ബീറ്റ, ഗാമ, ഓക്കെ, അങ്ങനെ പറയും. സോ ആംഗുലാർ പൊസിഷൻസും ഉണ്ട്, അതുപോലെ തന്നെ റെക്റ്റിലീനിയർ പൊസിഷൻസ്. അപ്പോൾ ടോട്ടലി എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം? 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് 6 പൊസിഷൻസ് വേണം അതിന് ലൊക്കേറ്റ് ചെയ്യാനായിട്ട്, 6 കോർഡിനേറ്റ്സ് വേണം
അതിൻ്റെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാൻ. സോ ദാറ്റ് ഈസ് 6 degrees of freedom. സോ ഇവിടെ നമ്മളിപ്പോൾ എക്സാമ്പിൾസ് പഠിക്കുന്നത് ഫോർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, സിംഗിൾ ആൻഡ് ഡബിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡവും അതുപോലെ തന്നെ 2 degree ഓഫ് ഫ്രീഡം സിസ്റ്റംസ് ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. സോ സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഫസ്റ്റ് നിങ്ങൾ ഇവിടെ കാണുക, ഇവിടെ എന്താണ്, ഇതൊരു സ്പ്രിംഗ് മാസ് സിസ്റ്റമാണ്. സോ വാട്ട് ഇസ് എ സ്പ്രിംഗ് മാസ് സിസ്റ്റം? ഒരു സ്പ്രിങ്ങും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ആ സ്പ്രിങ്ങിൻ്റെ എൻഡിലായിട്ടൊരു മാസും കണക്ട് ചെയ്തിട്ടുണ്ടാവും. സോ ദിസ് ഇസ് വാട്ട് ഇസ് നോൺ ആസ് എ സ്പ്രിംഗ് മാസ് സിസ്റ്റം. സോ നമ്മളൊരു സ്പ്രിംഗ് മാസ് സിസ്റ്റം കൺസിഡർ ചെയ്യുക, അതായത് ഒരു ഹാങ് ചെയ്തേക്കുന്ന ഒരു സ്പ്രിങ്. ഓക്കെ, ആ സ്പ്രിങ്ങിൻ്റെ എൻഡിലായിട്ടൊരു മാസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ല, ഒരു വെയിറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ വെയിറ്റിൻ്റെ ആ ഒരു വെയിറ്റ് കാരണം, ഓക്കെ, നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ബോഡിയുടെ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് കാരണം ഈ ഒരു സ്പ്രിങ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും അല്ലേ? അതായത് ഇപ്പോൾ ഇങ്ങനെയായിരുന്നു സ്പ്രിങ് എങ്കിൽ ഈ ഒരു വെയിറ്റ് നമ്മളിവിടെ ഇട്ടപ്പോഴത്തേക്ക് ഈ സ്പ്രിങ് ഇലോങ്ങേറ്റ് ചെയ്യും. അതായത് ഈ ഒരു പൊസിഷനിൽ നിന്ന് ഇങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്യും. ഓക്കെ, എക്സ്, അതായത് ഇവിടെ നിന്ന് എക്സ് എമൗണ്ട് അത് ഇലോങ്ങേറ്റ് ചെയ്യും. സോ ഇതിലിപ്പോൾ ആ ഒരു പൊസിഷൻ പറയാനായിട്ട് നമുക്ക് ഒരൊറ്റ കോർഡിനേറ്റ് മതി, അതായത് എക്സ് കോർഡിനേറ്റ് മാത്രം മതി. സോ അങ്ങനെയുള്ള ഒരു കോർഡിനേറ്റ് മാത്രം മതി. അതുകൊണ്ട് ഇതിനെ നമ്മൾ സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയും. ഓക്കെ, സോ ദി മാസ് അറ്റാച്ച്ഡ് ടു ദി സ്പ്രിങ് വിൽ മൂവ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ ഓൺലി. അല്ലേ, ഇവിടെ ഇത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. സോ ഈ ഒരു മൂവ്മെൻറ്റ് പറയാൻ നമുക്ക് ഓൺലി 1 coordinate is required. So this is a single degree of freedom system. Is it clear? Next case നോക്കുക, ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ. ഓക്കെ, സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ ഇങ്ങനെയാണ് ഇത് മീൻ പൊസിഷനിലുള്ള പെൻഡുലം ഇൻ മീൻ പൊസിഷൻ. ഇനി മീൻ പൊസിഷനിൽ നമ്മളൊരു ഇനിഷ്യൽ ഡിസ്പ്ലേസ് ചെയ്തു. ഓക്കെ, ഡിസ്പ്ലേസ് ചെയ്ത് ഈ ആംഗിൾ മാത്രം പറഞ്ഞാൽ അല്ലേ, എത്ര ആംഗിളിലാണ് ഡിസ്പ്ലേസ് ചെയ്തത്. സോ അത് ആംഗുലാർ മൂവ്മെൻ്റ് ആണ്. ഓക്കെ, സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ ഇറ്റ് ഈസ് എൻ ആംഗുലാർ റൊട്ടേഷൻ. സോ ഓൺലി 1 coordinate, അതായത് തീറ്റ എന്നൊരു കോർഡിനേറ്റ് മാത്രമാണ് ഇവിടെ വേണ്ടത്. സോ ഹിയർ ഓൺലി 1 coordinate is required to specify the position of this simple pendulum, and hence this is also a single degree of freedom system. Is it clear? Okay, ഇനി നെക്സ്റ്റ് ഈ കേസ് നോക്കുക. ഈ കേസ് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഓക്കെ ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റം ഉണ്ട്, ഒരു സ്പ്രിംഗ് ഉണ്ട്. ഈ സ്പ്രിംഗ് ഒരു പുള്ളിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ എൻഡിൽ, ഈ പുള്ളിയുടെ എൻഡിലായിട്ടൊരു മാസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാസിൻ്റെ ഈ ഒരു വെയിറ്റ് കാരണം ഇത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും അല്ലേ, അതായത് ഈ കംപ്ലീറ്റ് സിസ്റ്റം, ഈ ഒരു റോപ്പ് താഴേക്ക് മൂവ് ചെയ്യും. അതായത് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന സ്പ്രിങ് ഇലോങ്ങേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ താഴേക്ക് മൂവ് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ സ്പ്രിങ്ങിന് ഇവിടെ ഇങ്ങോട്ട് ഒരു മോഷനുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഈ പുള്ളിയുടെ കേസിൽ ഈ റോപ്പ് ഇവിടെ ഒരു ആംഗുലാർ മൂവ്മെൻറ്റ്, തീറ്റ ആംഗിളിൽ മൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫൈനലി വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ഇൻ എഫക്റ്റ് ഈ ഒരു താഴോട്ടുള്ള ഈ ഒരു മൂവ്മെൻറ്റ് കാരണമാണ് ഇവിടെയും ഈ എക്സും അതുപോലെ അതിന് തീറ്റ മൂവ്മെൻറ്റും ഉണ്ടായത്. ക്ലിയർ അല്ലേ? അതായത് ഇങ്ങനെ ഈ ഒരു വെയിറ്റ് മൂവ്മെൻറ്റ് കാരണമാണ്, ഇങ്ങനെ ഒരു ഡൗൺവേർഡ് മാസ് കാരണമുള്ള ഡൗൺവേർഡ് മൂവ്മെൻറ്റ് കാരണമാണ് ഇവിടെ ഈ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റും അതുപോലെ ഇവിടെ ഒരു ആംഗുലാർ മൂവ്മെൻറ്റും ഉണ്ടായത്. ഓക്കെ, അതായത് ഈ വൈ കാരണമാണ് തീറ്റയും എക്സും ഡിഗ്രീസ് അത്രയും മൂവ് ചെയ്തത്. സോ ഇവിടെ വൈ എന്താണ്? വൈ ആണ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്. ഓക്കെ, അതായത് പ്രൈമറി ആയിട്ടുള്ള കോർഡിനേറ്റ് വൈ ആണ്. വൈ കാരണം ആണ് എക്സും തീറ്റയും മൂവ്മെൻ്റ് ഉണ്ടായത്. ഓക്കെ, എക്സ് ഡയറക്ഷനിലും അതുപോലെ തീറ്റ ആംഗുലാർ മൂവ്മെൻറ്റും ഉണ്ടായത് ഈ വൈയുടെ, അതായത് വെർട്ടിക്കൽ മൂവ്മെൻറ്റ് കാരണമാണ്. അതുകൊണ്ട് നമ്മൾ ഈ വെർട്ടിക്കൽ മൂവ്മെൻറ്റിന് എന്താണ്? ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് എന്ന് പറയും. ഓക്കെ, ബാക്കി രണ്ടും വൈയുടെ ഫങ്ഷനാണ്. ക്ലിയർ അല്ലേ? സോ അതുകൊണ്ട് ഇവിടെ ഒറ്റൊരു ഇൻഡിപെൻഡൻറ്റ് എന്തായിരുന്നു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം? ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ്. ഓക്കെ, നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ്. സോ അവിടെ ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോർഡിനേറ്റ് വൈ മാത്രമാണ്. ബാക്കി എക്സും തീറ്റ എന്ന് വെച്ചാൽ അത് ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ വൈ.
That is, it is a x and y, theta എന്ന് വെച്ചാൽ it is a function of y. Clear അല്ലേ? So here only independent coordinates is y. The values of x and theta are functions of y, hence degrees of freedom is 1. Okay, ഒരു single degree of freedom ആണ് ഇവിടെ ഉള്ളത്, and that is y. Is it clear? Next, 2 degrees of freedom. Okay, 2 degrees of freedom എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് 2 എക്സാമ്പിൾ കാണാം. അതായത് ഫസ്റ്റ് ഒരു 2 മാസസ് കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു സ്പ്രിങ്ങിൽ. ഓക്കെ, 2 മാസും 2 സ്പ്രിങ്സും കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഇൻഡിവിജ്വൽ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഫസ്റ്റ് ഈ ഒരു മാസ് കാരണം ഇങ്ങോട്ട് മൂവ് ചെയ്തു, പിന്നെ ഈ ഒരു മാസ് കാരണം ഇങ്ങോട്ട് മൂവ് ചെയ്തു. ഓക്കെ, സോ ഇവിടെ x1 ഉം x2 ഉണ്ട്, ആൻഡ് ദേ ആർ ദി കോർഡിനേറ്റ്സ്. സോ ഇവിടെ 2 കോർഡിനേറ്റ്സ് ഉള്ളതുകൊണ്ട് ദറ്റ് ഈസ് എ സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം, ദറ്റ് ഈസ് എ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റം. ഇനി സിമിലർ ആയിട്ട് നമ്മളിവിടെ നേരത്തെ നമ്മളൊരു സിമ്പിൾ പെൻഡുലം ആയിരുന്നു എടുത്തത് അല്ലേ? ഈ ഒരു കേസിൽ നമ്മളൊരു സ്പ്രിംഗ് മാസ് സിസ്റ്റമാണ് എടുത്തത്. അപ്പോൾ സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിൽ ഓൾറെഡി വെർട്ടിക്കലായിട്ടുള്ള മൂവ്മെൻ്റ് ഉണ്ട് എക്സ്. ഓക്കെ, ഇനി ഈ സ്പ്രിംഗ് മാസിന് നമ്മളൊരു ആംഗുലാർ മൂവ്മെൻറ്റും കൊടുക്കുകയാണ് ഇവിടെ. ഓക്കെ, ഒരു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുകയാണ്. സോ ദറ്റ് ഈസ് തീറ്റ. സോ ഇവിടെ എക്സും ഉണ്ട് തീറ്റയും ഉണ്ട്. സോ ഹിയർ ഓൾസോ ദർ ആർ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ 2 കേസിലും എത്ര ഡിഗ്രീസാണ്? 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. സോ ഈ എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, സോ എൻഡാംഡ് ഫ്രീ വൈബ്രേഷൻ ഓഫ് എ സ്പ്രിംഗ് മാസ് സിസ്റ്റം എന്നാണ് നെക്സ്റ്റ് ടോപ്പിക്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ലേൺ വാട്ട് ഈസ് എ സ്പ്രിംഗ് മാസ് സിസ്റ്റം. ഓക്കെ, എന്താണ് സ്പ്രിംഗ് മാസ് സിസ്റ്റം? സോ എ മാസ് അറ്റാച്ച്ഡ് ടു എ സ്പ്രിംഗ് അല്ലേ? അതായത് സ്പ്രിംഗ് പ്ലസ് മാസ്, ഒരു സ്പ്രിംഗ് ഉണ്ടാവും, അതുപോലെ തന്നെ ഈ സ്പ്രിങ്ങിൻ്റെ എൻഡിലായിട്ടൊരു മാസും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. സോ ഇതിനെയാണ് സ്പ്രിംഗ് മാസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, so a mass attached to the spring and subjected to a force along the axis of the spring. Okay, എന്നിട്ട് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഈ സ്പ്രിങ്ങിൻ്റെ ആക്സിസ്, അതായത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് നോൺ ആസ് എ സ്പ്രിംഗ് മാസ് സിസ്റ്റം. ക്ലിയർ അല്ലേ? സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു സ്പ്രിങ് ഉണ്ട്. ഓക്കെ, ഈ സ്പ്രിങ് നമ്മൾ സ്പ്രിങ്ങിനൊരു ഫോഴ്സ് എഫ് എന്നൊരു ഫോഴ്സ് കൊടുക്കാൻ നേരത്ത് ആ സ്പ്രിങ് എന്താ ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യും അല്ലേ? അതായത് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്യും. സോ ഇങ്ങോട്ട് മൂവ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഈ സ്പ്രിങ് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് കംപ്രസ് ആകുകയാണ്. ഇവിടെ കംപ്രസ് ആകും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ സ്പ്രിങ് ഇലോങ്ങേറ്റ് ആകും. ഓക്കെ, സോ ദറ്റ് ഈസ് അതിൽ ഇലോങ്ങേറ്റ് ആവും, അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാവും. ഇസ് ഇറ്റ് ക്ലിയർ? So when a spring is compressed or elongated, the spring opposes the applied force. അപ്പോൾ ഇലോങ്ങേറ്റ് ചെയ്യാൻ നേരത്തോ കംപ്രസ് ചെയ്യാൻ നേരത്തോ എന്ത് പറ്റും? അത് ഒപ്പോസിങ് ഫോഴ്സ് അതിലുണ്ടാവും. അതായത് ഇങ്ങനെയൊരു സ്പ്രിങ്. ഓക്കെ, സോ ഇങ്ങനെയൊരു സ്പ്രിങ്, ഈ സ്പ്രിങ്ങിൻ്റെ എൻഡിൽ നമ്മളൊരു മാസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സ്പ്രിങ് ഇലോങ്ങേറ്റ് ചെയ്യാൻ നേരത്ത് എന്ത് പറ്റും? ഇതിൻ്റെ ഈ സ്പ്രിങ്ങിനൊരു റീസ്റ്റോറിങ് ഫോഴ്സ് അല്ലേ? ഈ സ്പ്രിങ്ങിൽ ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അതായത് എപ്പോഴും സ്പ്രിങ് എന്താണ്? സ്പ്രിങ് തിരിച്ച് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് പോകാനാണ്. ഓക്കെ, ഒരു റീസ്റ്റോറിങ് ആയിട്ടുള്ള ഫോഴ്സാണ് സ്പ്രിങ്ങിൽ ഡെവലപ്പ് ആവുന്നത്. ക്ലിയർ അല്ലേ? നമ്മളിപ്പോൾ ഇങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്താലും ഈ ഒരു ഫോഴ്സ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ സ്പ്രിങ് ഇതിൻ്റെ തിരിച്ച് അതിൻ്റെ പഴയ പൊസിഷനിലേക്ക് തന്നെ വരും. നമ്മളിപ്പോൾ ഒരു റബ്ബർ ബാൻഡ് എടുക്കുകയാണെങ്കിൽ ആ റബ്ബർ ബാൻഡ് ഇലോങ്ങേറ്റ് ചെയ്തിട്ട് നമ്മളത് ലീവ് ചെയ്യാൻ നേരത്ത് ആ ഫോഴ്സ്, ഓക്കെ, അത് റിലീസ് ചെയ്യാൻ നേരത്തെ എന്ത് പറ്റും? അത് തിരിച്ച് അതിൻ്റെ അതേ പൊസിഷനിലേക്ക്, ഒറിജിനൽ പൊസിഷനിലേക്ക് വരും. ഓക്കെ, സോ അതായത് അതിലൊരു റീസ്റ്റോറിങ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒപ്പോസിങ് ഫോഴ്സ് അല്ലെങ്കിൽ ഈ റീസ്റ്റോറിങ് ഫോഴ്സിനെയാണ് നമ്മൾ സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെ? സ്പ്രിങ്ങിൽ ഡെവലപ്പ് ആവുന്ന ഈ റീസ്റ്റോറിങ് ഫോഴ്സിനെയാണ് സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് സ്പ്രിംഗ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ്. ഓക്കെ, അതായത് സ്പ്രിങ് എത്രത്തോളം നമ്മളിപ്പോൾ ഒരു റബ്ബർ ബാൻഡ് ആണെങ്കിൽ നമ്മളത് എന്തോരം അത് ഇലോങ്ങേറ്റ് ചെയ്യുന്നോ, ഓക്കെ, അത്രയും തന്നെ അത് തിരിച്ച് ആ തിരിച്ച് വരുന്ന ആ ഫോഴ്സ് അത്രയും കൂടുതലായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ്. അതായത് ഒരു സ്പ്രിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമ്മൾ എത്രത്തോളം അതിൽ ഇലോങ്ങേഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സ് എത്രത്തോളം വലുതായിരിക്കുമോ അത്രത്തോളം തന്നെ വലുതായിരിക്കും അതിൽ തിരിച്ചു വരുന്ന, ഓക്കെ, അതിൻ്റെ ആ റീസ്റ്റോറിങ് എഫക്റ്റും. സോ റീസ്റ്റോറിങ് ഫോഴ്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു എക്സ്. ഇനി ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് നമ്മൾ ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കുകയാണ്, ദറ്റ് ഈസ് കെ എക്സ്. ഓക്കെ, എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ്. കെ ആണ് കോൺസ്റ്റൻറ്റ്
and that is known as the stiffness of spring. So F is equal to Kx. Okay, this is an important formula. F is equal to Kx. അപ്പോൾ K എന്തായിരിക്കും? K is equal to F by X. ഓക്കെ, എഫിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. എക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ആ ഡിസ്റ്റൻസ്. സോ അതിൻ്റെ യൂണിറ്റ് മീറ്റർ. സോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ് സ്റ്റിഫ്നെസ്സിൻ്റെ യൂണിറ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ദ യൂണിറ്റ് ഇസ് ന്യൂട്ടൺ പെർ മീറ്റർ. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇക്വേഷൻ ഓഫ് മോഷൻ. സോ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ പഠിച്ചായിരുന്നു അല്ലേ, എങ്ങനെയാണ് ആ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതുക എന്ന്. അതായത് ആക്സിലറേഷൻ്റെ ടേംസിൽ എ ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എക്സ് അങ്ങനെ പഠിച്ചായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അതായത് വൈബ്രേഷൻ്റെ ഒരു ഫ്രീ വൈബ്രേഷൻ, ഇവിടെ നമ്മൾ ഡാമ്പിങ് കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് അൺഡാംപ്ഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് അൺഡാംപ്ഡ്, അതായത് ഡാമ്പിങ് ഇവിടെ കൺസിഡർ ചെയ്യാത്തതുകൊണ്ട് ദിസ് ഇസ് എൻ അൺഡാംപ്ഡ് കണ്ടീഷൻ. സോ അൺഡാംപ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ എങ്ങനെയായിരിക്കും മോഷൻ്റെ ഇക്വേഷൻ എന്ന് നോക്കാം. സോ കൺസിഡർ എ സ്പ്രിങ് ഓഫ് സ്റ്റിഫ്നെസ് കെ. ഓക്കെ, ഒരു സ്പ്രിങ് കൺസിഡർ ചെയ്യുക. സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് എന്താണ്? കെ ആണ്. അതായത് സ്പ്രിങ്ങിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് സ്റ്റിഫ്നെസ് എന്ന് വെച്ചാൽ അത് ഓരോ സ്പ്രിങ്ങിൻ്റെയും പ്രോപ്പർട്ടിയാണ്. ഓക്കെ, സോ ആ ഒരു നമ്മൾ എടുത്ത സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് കെ എന്ന് കൺസിഡർ ചെയ്യുക. ആൻഡ് ബോഡി ഓഫ് മാസ് എം ഈസ് അറ്റാച്ച് ടു ദ എൻഡ് ഓഫ് ദി സ്പ്രിങ്. സ്പ്രിങ്ങിൻ്റെ എൻഡിലായിട്ട് നമ്മൾ ഒരു വെയിറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മാസ് എം. ഓക്കെ, അപ്പോൾ ഈ വെയിറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിഷ്യലി ഇവിടെ ഒരു സ്പ്രിങ്, അതായത് നിങ്ങളിവിടെ കണ്ടാൽ അറിയാം, ഇവിടെ ഇനിഷ്യലി ഒരു സ്പ്രിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഒരു സ്പ്രിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഈ സ്പ്രിങ്ങിൻ്റെ എൻഡിൽ നമ്മളൊരു മാസ് അറ്റാച്ച് ചെയ്തപ്പോൾ എന്ത് പറ്റി? ഈ സ്പ്രിങ് ഇതിൻ്റെ വെയിറ്റ് കാരണം എന്തായി? ഇത് ഇത്രയും മൂവ്മെൻ്റ് ഉണ്ടായി. ഓക്കെ, ഈ ഒരു മൂവ്മെൻറ്റിന് ഇത്രയും ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായി. ഈ ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, ദിസ് ഡിഫോർമേഷൻ ഇസ് ഡിനോട്ടഡ് ബൈ ഡെൽറ്റ. അപ്പോൾ ഡെൽറ്റ മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാൻ പറ്റും? അതായത് അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുവാണെങ്കിൽ ഓക്കെ, നമുക്കറിയാം ഒരു സാധാ ഒരു സ്പ്രിങ്ങിൽ റീസ്റ്റോറിങ് ഫോഴ്സ് എന്തുവാണ്? റീസ്റ്റോറിങ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് അല്ലേ? എക്സ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ എന്തോരം ഡിസ്പ്ലേസ് ആയി? ഇവിടെ എന്തോരം ഡിസ്പ്ലേസ്ഡ് ആയത്? ഡെൽറ്റ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി. ഓക്കെ, സോ എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡെൽറ്റ എന്ന് എഴുതാമല്ലോ. ഓക്കെ, അതായത് ഇതിൽ റീസ്റ്റോറിങ് ചെയ്യുന്ന ഫോഴ്സ്, ഓക്കെ, റീസ്റ്റോറിങ് ഫോഴ്സ് എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു കെ ഡെൽറ്റ. അതുപോലെ ഈ വെയിറ്റ് കാരണമുള്ള ഫോഴ്സ് ഇവിടെ എന്താണ്? വെയിറ്റ്. ഓക്കെ, ഇവിടെ ആക്ട് ചെയ്യുന്നത് വെയിറ്റ് ആണ്. വെയിറ്റ് ഇസ് ഈക്വൽ ടു എം ജി. അപ്പോൾ എം ജി താഴോട്ടും ആക്ട് ചെയ്തു. സോ നമ്മളിവിടെ താഴേക്ക് ആക്ട് ചെയ്യുന്നതിനെ പോസിറ്റീവായിട്ട് എടുക്കണം, അതുപോലെ മേളിലോട്ട് ആക്ട് ചെയ്യുന്നതിനെ നെഗറ്റീവായിട്ട് എടുക്കണം. കാരണം ഇപ്പോൾ നമ്മൾ ഈ സ്പ്രിങ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മെയിൻ പൊസിഷൻ ഇതാണെന്ന് വിചാരിച്ചു. ഓക്കെ, സോ ഇതിൽ താഴോട്ടും മേളിലോട്ടാണെങ്കിൽ മൈനസ്, താഴേക്കാണെങ്കിൽ പോസിറ്റീവ്, ഇങ്ങനെയാണ് എടുക്കേണ്ടത്. സോ ഇവിടെ എന്താണ്? എം ജി ഉണ്ട്, അതുപോലെ കെ ഡെൽറ്റയും ഉണ്ട്. ക്ലിയർ അല്ലേ? കെ ഡെൽറ്റ എന്ന് വെച്ചാൽ ഒപ്പോസ് ചെയ്ത് ആക്ട് ചെയ്യും, അതായത് ഇങ്ങനെ ഒപ്പോസിങ് ആയിട്ട് ആക്ട് ചെയ്യും. എം ജി ഇങ്ങോട്ട് ആക്ട് ചെയ്യും. ക്ലിയർ അല്ലേ? So when a body of mass m is attached to the end of the spring elongates, and this elongation be delta. Elongation എന്താണ്? Delta. This is called the static deflection of the spring. Okay, ഈ ഡെൽറ്റയാണ് നമ്മൾ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അതിൻ്റെ സ്വന്തം വെയിറ്റ് കൊണ്ട് അതിലുണ്ടായ ഡിഫ്ലക്ഷൻ. ഇനി നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷൻ എടുക്കുകയാണെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്താണ്? 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും. ഓക്കെ, സോ നമുക്കത് എങ്ങനെ എഴുതാൻ പറ്റും? കെ ഡെൽറ്റ. ഓക്കെ, സോ ഇത് പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് എഴുതാം. മൈനസ് കെ ഡെൽറ്റ പ്ലസ് എം ജി ഇസ് ഈക്വൽ ടു 0. സോ എം ജി ഈസ് ഈക്വൽ ടു കെ ഡെൽറ്റ. ഓക്കെ, സോ നമുക്ക് എന്താ എഴുതാം? എം ജി ഈസ് ഈക്വൽ ടു കെ ഡെൽറ്റ. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, സോ ഇപ്പോൾ നമ്മളൊരു സ്പ്രിംഗ് മാസ് സിസ്റ്റം കൺസിഡർ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ വെയിറ്റ് കാരണം അതിലൊരു ഡീഫോർമേഷൻ ഉണ്ടായി അല്ലേ? വെയിറ്റ് കാരണം ഡെൽറ്റ ഡീഫോം ചെയ്തു. സോ ആ വെയിറ്റ് എം ജി ഈസ് ഈക്വൽ ടു കെ ഡെൽറ്റ എന്ന് നമുക്ക് എഴുതാം. ഇനി ഇതുപോലെ ഈ ഒരു വെയിറ്റ് സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിൽ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുകയാണ്. ഓക്കെ, എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് പറ്റും?
അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു റീസ്റ്റോറിങ്, അത് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലേ. അപ്പോൾ വൈബ്രേറ്റ് ചെയ്യുന്നത് എന്താണ്? എബൌട്ട് മീൻ പൊസിഷനിൽ നിന്ന് അങ്ങോട്ടും, അതായത് അപ്വേർഡും ഡൗൺവേർഡും വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, അതായത് ഈ ഒരു മീൻ പൊസിഷനിൽ നിന്ന് ഈ രണ്ട്, അതായത് അപ്വേർഡും ഡൗൺവേർഡ്സും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഈ ഒരു പൊസിഷൻ നമ്മൾ ഈ മാക്സിമം ഡിസ്റ്റൻസിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, എ അല്ലെങ്കിൽ എക്സ് ആയിട്ട്, ക്യാപിറ്റൽ എക്സ് ആയിട്ട് നിങ്ങൾക്ക് ഡിനോട്ട് ചെയ്യാം. ആൻഡ് ഈ മീൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ഓക്കെ, ഡിസ്റ്റൻസ് ഫ്രം ദി മീൻ പൊസിഷൻ ദറ്റ് ഈസ് എക്സ്. സോ അങ്ങനെ ഒരു ടു ആൻഡ് ഫ്രോ മോഷനിൽ എന്ത് പറ്റും? ഇപ്പോൾ ഇങ്ങോട്ടുള്ള മൂവ്മെൻറ്റ് കാരണം ഇവിടെ ഈ സ്പ്രിങ്ങിൽ ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് ജനറേറ്റ് ആകും അല്ലേ. അതിനെയാണ് കെ ഇൻറ്റു എക്സ്. സോ ദറ്റ് റീസ്റ്റോറിങ് ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ്. അപ്പോൾ ടോട്ടൽ എത്ര ഫോഴ്സസ് ഇതിൽ ആക്ട് ചെയ്യുന്നുണ്ട്? ഓക്കെ, നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സും കൂടെ കൊടുത്തപ്പോൾ ടോട്ടൽ എത്ര ഫോഴ്സ് ഇതിൽ ആക്ട് ചെയ്യുന്നുണ്ട്? ഒന്ന് കെ എക്സ്, അതായത് റീസ്റ്റോറിങ് ഫോഴ്സ്. പിന്നെ ആ വെയിറ്റ് ഇട്ടത് കാരണം ആദ്യം ഉണ്ടായിരുന്നൊരു റീസ്റ്റോറിങ് ഫോഴ്സ് കെ ഡെൽറ്റ. ഓക്കെ, പിന്നെ വെയിറ്റ്, പിന്നെ ഇതിന് വൈബ്രേറ്റ് ചെയ്യുന്ന കാരണം ഇതിനൊരു ആക്സിലറേഷനും ഉണ്ടാവും. ക്ലിയർ അല്ലേ? സോ ഈ 4 ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഇക്വിലിബ്രിയത്തിൽ കൺസിഡർ ചെയ്യുക? സോ ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ എന്താണ്? ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റെസ്റ്റിലല്ല. ഓക്കെ, സോ ദ നെറ്റ് ഫോഴ്സ് ഇസ് mass into acceleration. Since it is moving, the net force is equal to mass into acceleration. So what is the net force? Net force ഏതൊക്കെയാണ്? kx, k delta, mg. ഇത് ടോപ്പിലോട്ട് ആക്ട് ചെയ്യുന്നതെല്ലാം നെഗറ്റീവും ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നത് പോസിറ്റീവും. ഓക്കെ, സോ ഇവിടെ എം ജി പോസിറ്റീവ്, കെ ഡെൽറ്റ നെഗറ്റീവ്, കെ എക്സ് നെഗറ്റീവ്. ഇനി നമുക്ക് നേരത്തെ കേസിൽ നമ്മൾ പറഞ്ഞായിരുന്നു എം ജി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡെൽറ്റ. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഈ എം ജിക്ക് നമുക്ക് കെ ഡെൽറ്റ എന്ന് കൊടുക്കാം. ഓക്കെ, സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഫോർ എം ജി ആസ് കെ ഡെൽറ്റ. സോ ഹിയർ എം ജി ഈസ് ഈക്വൽ ടു കെ ഡെൽറ്റ. അപ്പോൾ നേരത്തെ ഇക്വേഷനിൽ നിന്ന് കെ ഡെൽറ്റ ക്യാൻസൽ ആവും. സോ ഫൈനലി വി ഗെറ്റ് മൈനസ് കെ എക്സ് ഇസ് ഈക്വൽ ടു എം എ. ഓക്കെ, അല്ലെങ്കിൽ എക്ക് പകരം എന്ത് എഴുതാം? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഓക്കെ, ആക്സിലറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ദി ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഇങ്ങനെ എഴുതാമല്ലോ, കെ എക്സ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഇനി ഈ ഒരു ഇക്വേഷന് നമ്മൾ ഡിവൈഡ് ചെയ്യുക, എം വെച്ച് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഈ ഒരു ഇക്വേഷനെ ഡിവൈഡ് ബൈ എം. സോ വാട്ട് വിൽ ഗെറ്റ്? സോ വി വിൽ ഗെറ്റ് കെ ബൈ എം ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഓക്കെ, ഈ കംപ്ലീറ്റ് ഇക്വേഷനെ എം വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ ഫൈനലി വി വിൽ ഗെറ്റ് an ഇക്വേഷൻ ലൈക്ക് ദിസ്. സോ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് ഫൈനലി കിട്ടും. ക്ലിയർ അല്ലേ? സോ ദിസ് ഈസ് ദി ഇക്വേഷൻ ഫോർ അൺഡാംപ്ഡ് വൈബ്രേഷൻ, അതായത് ഡാമ്പിംഗ് ഇല്ലാത്ത കേസിലെ വൈബ്രേഷനാണ് ഇത്. ഓക്കെ, അൺഡാംപ്ഡ് ഫ്രീ വൈബ്രേഷൻ്റെ കേസാണ് ഇത്. ഓക്കെ, ഇത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ല. ഈവൻ നമ്മളിവിടെ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിലും അത് ഇനീഷ്യൽ ഡിസ്റ്റർബിങ് ഫോഴ്സാണ് അല്ലേ. ഇനീഷ്യൽ ഡിസ്റ്റർബിങ് ഫോഴ്സ് മാത്രമേ ഉള്ളെങ്കിൽ അതിനെ എന്താണ് പറയുന്നത്? അതിന് നമ്മൾ ഫ്രീ വൈബ്രേഷൻ എന്നാണ് പറയുന്നത്. ഇനി റെഗുലറായിട്ട് ഒരു ഡിസ്റ്റർബിങ് ഫോഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിലാണ് നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ ഇത് ഫ്രീ വൈബ്രേഷൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, അൺഡാംപ്ഡ് ഫ്രീ വൈബ്രേഷൻ. സോ ക്ലിയർ അല്ലേ? ഇനി ഇതിൽ നിങ്ങൾക്ക് ഈ 2 ഇക്വേഷൻ കൂടെ നോക്കിക്കോ കേട്ടോ. സോ ഈ ഇക്വേഷൻ എങ്ങനെ കിട്ടി? അതായത് ഇവിടെ ഇപ്പം നമുക്ക് ഈ ഒരു ഇക്വേഷനെ എങ്ങനെ എഴുതാം? ഈ ഇക്വേഷന് ഇപ്പോൾ കെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ എം ഇസ് ഈക്വൽ ടു 0. ഓക്കെ, സോറി, പ്ലസ് കെ എക്സ് ഇസ് ഈക്വൽ ടു 0 ഇങ്ങനെ എഴുതാമല്ലോ ഈ ഒരു ഇക്വേഷന്. സോ ഇവിടെ ഈ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയറിന്, ഓക്കെ, ദറ്റ് ഈസ് ആക്സിലറേഷൻ. സോ ആക്സിലറേഷന് നമുക്ക് ഈ എക്സ് ഡബിൾ ഡെറിവേറ്റീവ് ഓഫ് എക്സിനെയാണ് നമ്മളിങ്ങനെ എക്സ് ഡബിൾ ഡോട്ട് എന്നിട്ടിരിക്കുന്നത്. ഓക്കെ, എക്സ് ഡബിൾ ഡോട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഡബിൾ ഡെറിവേറ്റീവ് ഓഫ് എക്സ്. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? എം ഇൻറ്റു ഒന്നെങ്കിൽ എക്സ് ഡബിൾ ഡോട്ട്
plus kx is equal to 0 അല്ലെങ്കിൽ m into v dot. Okay, v dot എന്ന് വെച്ചാൽ എന്താണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് അതായത് dv by dt. ആക്സിലറേഷൻ is equal to d square x by dt square അല്ലെങ്കിൽ dv by dt. ഓക്കെ, അതായത് ഇതിന് എക്സ് ഡബിൾ ഡോട്ട് എന്നും ഇത് വി ഡോട്ട് എന്നും എഴുതാം. ക്ലിയർ അല്ലേ? സോ അങ്ങനെയാണ് ഈ ഡബിൾ ഡോട്ട് ടേം വന്നത്. ഓക്കെ, സോ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എസ് എച്ച് എമ്മിലെയും ഇപ്പം നമുക്ക് കിട്ടിയ വൈബ്രേഷൻ ഇക്വേഷനും അതുപോലെ തന്നെ എസ് എച്ച് എമ്മിലെ ഇക്വേഷൻസും തമ്മിൽ കമ്പയർ ചെയ്യുക. ഓക്കെ, വൈബ്രേഷൻ ഇക്വേഷനിൽ എന്താണ് കിട്ടിയത്? എ ഈസ് ഈക്വൽ ടു മൈനസ് കെ ബൈ എം ഇൻറ്റു എക്സ്. അതുപോലെ തന്നെ ഇത് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ. സോ ഈ ഇക്വേഷൻസ് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒമേഗ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് കെ ബൈ എം ഇൻറ്റു എക്സ്. ഓക്കെ, അതായത് ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ ബൈ എം അല്ലെങ്കിൽ ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം. സോ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. ലേൺ ഇറ്റ്. ഓക്കെ, ഇനി നമുക്കറിയാം ഒമേഗ എന്ന് വെച്ചാൽ എന്താണ്? ഒമേഗ ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു എഫ് അല്ലേ? 2π ഇൻറ്റു എഫ്. അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? 2π എഫ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം അല്ലെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു 1/2π റൂട്ട് ഓഫ് കെ ബൈ എം. ഓക്കെ, ദിസ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. ഓക്കെ, ഇനി ഫോഴ്സ് എന്താണെന്ന് അറിയാമെങ്കിൽ ഫ്രീക്വൻസി എന്താണെന്ന് അറിയാമെങ്കിൽ വാട്ട് ഈസ് ടൈം പീരീഡ്? ഇൻവേഴ്സ് ഫ്രീക്വൻസിയുടെ ഇൻവേഴ്സ് ആണ് ടൈം പീരീഡ്. ഓക്കെ, സോ ഫ്രീക്വൻസി എന്താണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ നമുക്ക് ഫ്രീക്വൻസി എന്താണെന്ന് അറിയാമെങ്കിൽ വാട്ട് വിൽ ബി ടൈം പീരീഡ്? ഇതിൻ്റെ റെസിപ്രോക്കൽ അതായത് 2π റൂട്ട് ഓഫ് എം ബൈ കെ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 3 ഇക്വേഷൻസ് അതായത് ഒമേഗയുടെ ഇക്വേഷൻ, ഫ്രീക്വൻസി, ടൈം പീരീഡ്, ഇത് 3ഉം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നൗ നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഡാംപ്ഡ് വൈബ്രേഷൻ. ഓക്കെ, ഡാംപ്ഡ് വൈബ്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്? വൈബ്രേഷൻ വിച്ച് ഹാസ് ഡാമ്പിങ്. ഓക്കെ, അപ്പോൾ ഡാമ്പിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് ഡാംപ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഡാമ്പിങ്? സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് നോ വാട്ട് ഈസ് ഡാമ്പിങ്. എനി റെസിസ്റ്റൻസ് ടു വൈബ്രേറ്ററി മോഷൻ ഇസ് കോൾഡ് ഡാമ്പിങ്. ഓക്കെ, അപ്പോൾ വൈബ്രേറ്ററി മോഷൻ ഉണ്ടാകുന്ന റെസിസ്റ്റൻസിനെയാണ് ഡാമ്പിങ് എന്ന് പറയുന്നത്. അതായത് സ്ലോ ഡൗൺ ചെയ്യുന്ന വൈബ്രേഷൻ സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡാമ്പിങ്. ഓക്കെ, അതിന് റെസിസ്റ്റൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡാമ്പിങ്. സോ ദർ ആർ ഡിഫറെൻറ്റ് ഡാമ്പിങ്: എയർ ഡാമ്പിങ്, വിസ്കസ് ഡാമ്പിങ്, കൂളം ഡാമ്പിങ്, മാഗ്നറ്റിക് ഡാമ്പിങ്. ഓക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് ഡാമ്പിങ് ഉണ്ട്. അതായത് ഈ വൈബ്രേഷൻ എയർ കാരണം എയർ കാരണം സ്ലോ ഡൗൺ ചെയ്യാം. അതുപോലെ വാട്ടറിലാണെങ്കിൽ വിസ്കോസിറ്റി കാരണം. ഓക്കെ, സോ അതുപോലെ ഇലക്ട്രിക് ആണെങ്കിൽ കുളം ഡാമ്പിങ് ആൻഡ് മാഗ്നറ്റിക് എഫക്റ്റ് കാരണം ഈ വൈബ്രേഷൻ സ്ലോ ഡൗൺ ചെയ്യാം. സോ ഇങ്ങനെ ഇതിനെയാണ് ഡാമ്പിങ് എന്ന് പറയുന്നത്. സോ ഇൻ ഡാമ്പിങ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു എഫ് ഡി ഇസ് ഈക്വൽ ടു സി വി. ഡാമ്പിങ്ങിൻ്റെ ഇക്വേഷൻ നമ്മൾ ആദ്യം കണ്ടായിരുന്നു. സോ ഒരു ഡാമ്പിങ് ഫോഴ്സ് ഉണ്ടാകും ആൻഡ് ദിസ് ഡാമ്പിങ് ഫോഴ്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദി വെലോസിറ്റി. ഓക്കെ, ആൻഡ് ഡാമ്പിങ് ഫോഴ്സ് എഫ് ഡി ഈസ് പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ആൻഡ് this proportionality can be replaced by a constant and that constant is known as coefficient of damping. Okay, അതിനെയാണ് കോഎഫിഷ്യൻ്റ്, അതായത് എഫ് ഡി ഇസ് ഈക്വൽ ടു സി വി. ക്ലിയർ അല്ലേ? സോ അഗെയിൻ നമുക്ക് ആ ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് ദ ഡാംപ്ഡ് വൈബ്രേഷൻ, അൺഡാംപ്ഡ് കേസ് നമ്മൾ നേരത്തെ പഠിച്ചു. ഇനി ഡാംപ്ഡ് വൈബ്രേഷനിലെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാം. ഓക്കെ, സോ ഡാമ്പർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാണും? അതിൽ ഒരു സ്പ്രിങ് കാണും. ഓക്കെ, മാസ് എലമെൻറ്റ് കാണും. പിന്നെ ഇതാണ് ഡാമ്പിങ് എലമെൻറ്റ്. ഓക്കെ, സ്പ്രിങ് കാരണമുള്ള റിസ്റ്റോറിങ് ഫോഴ്സ് റിസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടാകും. അതുപോലെ ഡാമ്പിങ് കാരണം ഒരു ഡാമ്പിങ് ഫോഴ്സ് ഉണ്ടാകും. ഓക്കെ, അതിൻ്റെ കോൺസ്റ്റൻസ് ആണ് സിയും കെയും. ക്ലിയർ അല്ലേ? സോ അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ ഡാമ്പിങ് ഫോഴ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാസ് ഓഫ് ദി ഡാമ്പിങ് എലമെൻറ്റ് നമ്മൾ 0 ആയിട്ടാണ് അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, സോ ഈ ഒരു സിസ്റ്റത്തിൽ ഇനി ഫോഴ്സസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? ഓക്കെ, ഈ ഒരു സിസ്റ്റത്തിൽ ഫോഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ സ്റ്റിഫ്നെസ് കാരണമുള്ള റിസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ട്, അതുപോലെ ഡാമ്പിങ്
ഫോഴ്സും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ രണ്ട് ഫോഴ്സ് മാർക്ക് ചെയ്യുക. അതുപോലെ ഇവിടെ ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്നുണ്ട് അല്ലേ, നമ്മളൊരു ഫോഴ്സ് കൊടുത്ത് വൈബ്രേഷൻ ഉണ്ടാകുന്നുണ്ട്. ആ വൈബ്രേഷൻ കാരണം ഒരു ആക്സിലറേഷൻ വരും. സോ ഏതൊക്കെ ഫോഴ്സസ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്? ഇവിടെ നേരത്തെ നമ്മൾ മാസ് എടുത്തില്ല. മാസ് ഇവിടെ എടുക്കാത്ത കാരണമെന്ന് വെച്ചാൽ ഇവിടെ mg ഉണ്ടാകും. ഓക്കെ, ഇവിടെ k ഡെൽറ്റ ഉണ്ടാകും. സോ ഇത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമ്മൾ നേരത്തെയും അത് ക്യാൻസൽ ചെയ്ത് കളയുമായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു കേസിൽ എടുക്കാത്തത്. ഓക്കെ, സോ അത് നമ്മളിപ്പോൾ മാസും ഈ k ഡെൽറ്റ എടുത്താലും എന്താണ്, അത് ക്യാൻസലായി പോകും. സോ ദർ ഇസ് നോ നീഡ് ഓഫ് പ്രൊവൈഡ് ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ എം ജിയും അതുപോലെ കെ ഡെൽറ്റയും കൊടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് അത് നോൺ ആണ്, ക്യാൻസലായി പോകും. സോ ഇവിടെ കെ എക്സ്, സി എക്സ്, അതുപോലെ എം എ, ഇത് മൂന്നും എടുത്താൽ മതി. ഓക്കെ, സോ അപ്പം നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? സോ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്? സ്പ്രിംഗ് ഫോഴ്സ് കെ എക്സ്, ഡാമ്പിംഗ് ഫോഴ്സ് സി. ഓക്കെ, സി വി ആണ് ഡാമ്പിംഗ് ഫോഴ്സ്. ഈ വിക്ക് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എക്സ് ഡോട്ട് എന്ന് എഴുതാമല്ലോ. ഓക്കെ, വി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി അല്ലെങ്കിൽ എക്സ് ഡോട്ട്. ഓക്കെ, സോ ആക്സിലറേറ്റിംഗ് ഫോഴ്സ് എം എ. എം എ എന്ന് എഴുതാം, അല്ലെങ്കിൽ എയ്ക്ക് പകരം നമുക്ക് എങ്ങനെ എഴുതാം? എയ്ക്ക് പകരം എം ഇൻറ്റു എക്സ് ഡബിൾ ഡോട്ട്. ഓക്കെ, ഡബിൾ ഡെറിവേറ്റീവ് ഓഫ് എക്സ്. ക്ലിയർ അല്ലേ? സോ അങ്ങനെ എഴുതാൻ നേരത്ത് നമ്മുടെ നെറ്റ് ഫോഴ്സ് എന്താണ്? ഇത് രണ്ടും മൈനസ്, ഇത് പോസിറ്റീവ്. സോ നെറ്റ് ഫോഴ്സ് നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, സോ ഫൈനലി നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാമല്ലോ. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഡാംഡ് ഫ്രീ വൈബ്രേഷൻ. സോ ഡാംഡ് ഫ്രീ വൈബ്രേഷൻ ആൻഡ് അൺഡാംഡ് ഫ്രീ വൈബ്രേഷൻ രണ്ടിൻ്റെയും ഡെറിവേഷൻസ്. ഓക്കെ, ഡെറിവേഷൻസ് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ അല്ലേ? അഗെയിൻ, സോ നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞു, ഓക്കെ, സ്പ്രിംഗ് വിത്ത് ഒരു വെയിറ്റ് മാത്രമുള്ള സ്പ്രിംഗ് ആണെങ്കിൽ അവിടെ എം ജി ഇസ് ഈക്വൽ ടു കെ ഡെൽറ്റ. ഇതാണ് ഇക്വേഷൻ വരുന്നത്. ഇനി സ്പ്രിംഗ് വിത്ത് മാസും പിന്നെ അതുപോലെ ഒരു എക്സ്റ്റേണൽ ഇനീഷ്യൽ ഡിസ്റ്റർബിംഗ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷനാണ് ഇങ്ങനെ. ഓക്കെ, ഇനി സ്പ്രിംഗ് മാസും ഡാമ്പറും ഉള്ള കേസിൽ ഇക്വേഷനാണ് ഇത്. ഇസ് ഇറ്റ് ക്ലിയർ? ഇത് നമ്മളൊന്ന് ജനറലൈസ് ചെയ്ത് പറഞ്ഞതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഇക്വലൻറ്റ് സ്റ്റിഫ്നെസ്. സോ വാട്ട് ഈസ് ഇക്വലൻറ്റ് സ്റ്റിഫ്നെസ്? ഈ സ്റ്റിഫ്നെസ്, അതായത് സ്പ്രിങ്സ് നമുക്ക് രണ്ട് രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഒന്നെങ്കിൽ സീരീസ് ആയിട്ടും അല്ലെങ്കിൽ പാരലൽ ആയിട്ടും അറേഞ്ച് ചെയ്യാം. ഓക്കെ, സോ ഇൻ എ സ്പ്രിംഗ് മാസ് മോഡൽ ദ സ്പ്രിങ്സ് ക്യാൻ ബി അറ്റാച്ച്ഡ് എയ്തർ ഇൻ സീരീസ് ഓർ ഇൻ പാരലൽ. ഓക്കെ, ഒരു സീരീസ് ആയിട്ടും അല്ലെങ്കിൽ പാരലൽ ആയിട്ടും അറേഞ്ച് ചെയ്യാം. സോ ദ നമ്പർ ഓഫ് സ്പ്രിങ്സ് ഹാവിങ് സ്റ്റിഫ്നെസ്, അപ്പോൾ അങ്ങനെയാകുമ്പോൾ കുറേ സ്പ്രിങ്സ് നമുക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഓരോ സ്പ്രിങ്ങിനും ഓരോ സ്റ്റിഫ്നെസ് ആയിരിക്കും അല്ലേ. സ്പ്രിങ്ങിൻ്റെ പ്രോപ്പർട്ടിയാണ് സ്റ്റിഫ്നെസ് എന്ന് വെച്ചാൽ ഒരു സ്പ്രിങ്ങിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മൾ കുറേ സ്പ്രിങ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ സ്പ്രിങ്ങിനും ഡിഫറെൻറ്റ് സ്റ്റിഫ്നെസ് ആയിരിക്കും. ഓക്കെ, സോ സേ ഫോർ K1, K2, K3 അങ്ങനെ കുറേ സ്റ്റിഫ്നെസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റിഫ്നെസ്സിനെയൊക്കെ ഒരു ഇക്വലൻറ്റ് സ്റ്റിഫ്നെസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അതായത് ഈ സ്റ്റിഫ്നെസ്സിൽ നിന്ന് നമുക്ക് ടോട്ടൽ സ്റ്റിഫ്നെസ്, അതായത് ആ ഒരു കംപ്ലീറ്റിൻ്റെ ടോട്ടൽ സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കാം. ആ ഒരു ടോട്ടൽ സ്റ്റിഫ്നെസ്സിനെയാണ്, ഓക്കെ, ആ ഒരു സിംഗിൾ സ്റ്റിഫ്നെസ്സിനെയാണ് നമ്മൾ ഇക്വലൻറ്റ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരി സ്പ്രിങ്സ് ഉണ്ടെങ്കിൽ ആ സ്പ്രിങ്സിൻ്റെ എല്ലാം സ്റ്റിഫ്നെസ്സിന് നമുക്കൊരു സിംഗിൾ സ്റ്റിഫ്നെസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന ഈ ഒരു സിംഗിൾ സ്റ്റിഫ്നെസ്സിനെയാണ് ഇക്വലൻറ്റ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. So a number of springs having stiffness K1, K2, K3 can be replaced by a single spring of stiffness KE. Okay, and this is known as equivalent stiffness KE. ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? So let us see the arrangement of springs in series. So സീരീസിൽ അറേഞ്ച് ചെയ്യാൻ നേരത്ത്, ഓക്കെ, അതായത് നമ്മൾ എങ്ങനെയാണ് സീരീസിൽ അറേഞ്ച് ചെയ്യുന്നത്? ഇങ്ങനെ, അതായത് ഒരു സീരീസായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യും. നിങ്ങൾ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ്, പാരലൽസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, സിമിലർ ആയിട്ട് തന്നെ. ഓക്കെ, സോ ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ നേരത്ത് ഈ ഓരോ സ്പ്രിങ്ങിനും ഡിഫറെൻറ്റ് ഇലോങ്ങേഷൻസ് ആയിരിക്കും അല്ലേ. ഇങ്ങനെ ഒരു മാസ് നമ്മളിവിടെ ഇടാൻ നേരത്ത് ഓരോ സ്പ്രിങ്ങും അതിൻ്റെ ഇലോങ്ങേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. സോ Δ1, Δ2, Δ3 ഇങ്ങനെ ഡിഫറെൻറ്റ് ഇലോങ്ങേഷൻസ് ആയിരിക്കും. ഓക്കെ, സോ ദ സം ഓഫ് ദി ഇലോങ്ങേഷൻ എന്താണ്? ΔE. ഓക്കെ, സോ ΔE നമുക്ക് എന്ത് എഴുതാം? ΔE is equal to Δ1 പ്ലസ് Δ2 പ്ലസ് Δ3 അല്ലേ. ഇതിൻ്റെ മൂന്നിൻ്റെയും സം ആയിരിക്കും ടോട്ടൽ ഡീഫോർമേഷൻ. ഇനി
നമുക്കറിയാം എം ജി ഈസ് ഈക്വൽ ടു കെ ഡെൽറ്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ 1 എന്തായിരിക്കും? എം ജി ബൈ കെ 1 അല്ലേ? എം ജി ബൈ കെ 1 ആയിരിക്കില്ലേ ഡെൽറ്റ 1. സോ നമുക്കിവിടെ എന്ത് എഴുതാം? എം ജി ബൈ കെ 1. അതുപോലെ ഇവിടെ എം ജി ബൈ കെ 2, എം ജി ബൈ കെ 3. സോ ദിസ് വിൽ ഗീവ് യു ദ ടോട്ടൽ സ്റ്റിഫ്നെസ്. ഓക്കെ, അതായത് എം ജി ബൈ കെ ഇക്വലൻറ്റ് കിട്ടത്തില്ലേ? ഓക്കെ, സോ എം ജി ബൈ കെ ഇക്വലൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഈ എം ജി എല്ലാം ക്യാൻസലായി കഴിഞ്ഞാൽ 1 ബൈ കെ ഇ ഈസ് ഈക്വൽ ടു 1 ബൈ കെ 1 പ്ലസ് 1 ബൈ കെ 2 പ്ലസ് 1 ബൈ കെ 3 ഇങ്ങനെ കിട്ടും. ഓക്കെ, അതായത് സോ ഡെൽറ്റ ഹിയർ ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2 പ്ലസ് ഡെൽറ്റ 3. അപ്പോൾ ഡെൽറ്റ ഇ നമുക്ക് എം ജി ബൈ കെ ഇ എന്ന് എഴുതാം. ഓക്കെ, സോ ഫൈനലി വി ഗെറ്റ് the equivalent stiffness is equal. So equivalent stiffness is equal to K1. In the reciprocal ആയിരിക്കും equivalent stiffness. Okay, so this is for series connections. Clear അല്ലേ? Again for parallel connections എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, അതായത് പാരലൽ ആയിട്ട് K1 K2 K3 ഉള്ള സ്പ്രിങ്സ് ഓക്കെ കോമൺ ആയിട്ട് അറ്റാച്ച് ചെയ്ത് പാരലായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇതും പാരലൽ കണക്ഷനാണ്. ഓക്കെ, അനദർ ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഇസ് ഇങ്ങനൊരു മാസ്, ഇങ്ങനൊരു കണക്ഷൻ. ഇത് K1, ഇത് K2. ഓക്കെ, സോ ഇതും പാരലൽ കണക്ഷൻസ് തന്നെയാണ്. കാരണം ഇതെല്ലാം ഈ മാസിലേക്കാണ് കണക്റ്റ് ആയിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഡിഫ്ലക്ഷനൊക്കെ സെയിം ആയിരിക്കും. ഡിഫ്ലക്ഷൻ വിൽ ബി ദ സെയിം. ക്ലിയർ അല്ലേ? ഇവിടെയും ഡിഫ്ലക്ഷൻ സെയിം അല്ലേ? സെയിം ഡെൽറ്റ അല്ലേ? സോ ദിസ് ഈസ് ഓൾസോ പാരലൽ കണക്ഷൻ. ഓക്കെ, സോ പാരലൽ കണക്ഷൻ്റെ കേസിൽ ഡെൽറ്റ സെയിം ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് എം ജി ഈസ് ഈക്വൽ ടു കെ ഇ ഇൻറ്റു ഡെൽറ്റ. ഓക്കെ, ഡെൽറ്റ ഇ ഇവിടെ ഡെൽറ്റ ഇ എന്ന് വെച്ചാൽ സെയിം ആണ്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് കെ ഇ ഇൻറ്റു ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് കേസിൽ K1 ഡെൽറ്റ, സെക്കൻഡ് കേസ് K2 ഡെൽറ്റ, K3 ഡെൽറ്റ. ഓക്കെ, സോ ഡെൽറ്റാസ് എല്ലാം ക്യാൻസൽ ആയി പോകും. ഫൈനലി വി ഗെറ്റ് ദി ആൻസർ ആസ് this one. Okay, KE is equal to K1 plus K2 plus K3. So ഇതാണ് പാരലലിൻ്റെ ഇക്വേഷൻ. സോ ക്ലിയർ അല്ലേ? സോ ദിസ് ഇസ് ദി ഇതാണ് തിയറി പാർട്സ്. അപ്പം നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചായിരുന്നു? സോ ലെറ്റ്സ് റിവൈസ് ഇറ്റ് വൺസ് അഗെയിൻ. ഓക്കെ, അതായത് ഫസ്റ്റ് നമ്മൾ എന്താ വൈബ്രേഷൻസ് എന്താണെന്ന് പഠിച്ചു. പിന്നെ എലമെൻറ്റ്സ്, ഒരു വൈബ്രേറ്റിംഗ് സിസ്റ്റത്തിൽ 3 എലമെൻറ്റ്സ് ഉണ്ട്. സോ അതെന്തൊക്കെയാണെന്ന് പഠിച്ചു. ഓക്കെ, and then we classify the vibrations. So basic classification based on the direction of motion: longitudinal, transverse and torsional. Okay, longitudinal vibration എന്താണെന്ന് നോക്കി, transverse vibration അതുപോലെ torsional vibration. പിന്നെ നമ്മൾ പഠിച്ചു ഫ്രീ ആൻഡ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഓക്കെ, ഫ്രീ വൈബ്രേഷൻ എന്ന് വെച്ചാൽ അവിടെ ഒരു ഇനിഷ്യൽ ഡിസ്റ്റർബിംഗ് ഫോഴ്സേ ഉണ്ടായിരിക്കുള്ളൂ. ഫോഴ്സ്ഡ് വൈബ്രേഷൻ്റെ കേസിൽ അവിടെ റെഗുലറായിട്ട് ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സസ് നമ്മൾ അല്ലെങ്കിൽ ഡിസ്റ്റർബിംഗ് ഫോഴ്സസ് റെഗുലറായിട്ട് കൊടുത്തുകൊണ്ടിരിക്കും. അഗെയിൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡവും അതുപോലെ തന്നെ ഡബിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റംസും കണ്ടു. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾസ് വെരി ഇമ്പോർട്ടൻറ്റ്. അഗെയിൻ നമ്മൾ 2 ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തു. ഫസ്റ്റ് ഇസ് ഫോർ അൺഡാംഡ് ഫ്രീ വൈബ്രേഷൻസ് ആൻഡ് സെക്കൻഡ് ഇസ് ഫോർ ഡാംഡ് ഫ്രീ വൈബ്രേഷൻസ്. ഓക്കെ, അൺഡാംഡ് ഫ്രീ വൈബ്രേഷനും കണ്ടു, അതുപോലെ തന്നെ ഡാംഡ് ഫ്രീ വൈബ്രേഷൻ്റെ ഇക്വേഷൻസും ഡിറൈവ് ചെയ്തു. ഓക്കെ, ക്ലിയർ അല്ലേ? അത് കഴിഞ്ഞ് ഫൈനലി നമ്മൾ പഠിച്ചത് ഇക്വലൻറ്റ് സ്റ്റിഫ്നെസ്, ദറ്റ് ഈസ് ദ സ്പ്രിങ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ. ഓക്കെ, സീരീസിലാണെങ്കിൽ റെസിപ്രോക്കൽ വരും, റെസിപ്രോക്കലിൻ്റെ സം ആയിരിക്കും ആൻസർ. ആൻഡ് പാരലൽ ആണെങ്കിൽ ദ സം ഓഫ് ദി ഇൻഡിവിജ്വൽ സ്റ്റിഫ്നെസ്. ഓക്കെ, സോ ദിസ് ഈസ് ദി തിയറി പാർട്ട്. ഇനി നമുക്ക് പ്രോബ്ലംസിലേക്ക്. നൗ മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഓക്കെ 80 Newton weight is hung on the end of a helical spring and is set vibrating vertically. The weight makes 4 oscillations per second. Determine stiffness. Okay, അപ്പോൾ എന്തൊക്കെയാണ് ഗിവൺ ഡേറ്റ? ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് ഗിവൺ ഡേറ്റയാണ്. അപ്പോൾ 8 ന്യൂട്ടൺ വെയിറ്റ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ W is equal to 80 ന്യൂട്ടൺ. 80 ന്യൂട്ടൺ വെയിറ്റ്, അതായത് W is equal to 80 ന്യൂട്ടൺ. നമുക്കറിയാം വെയിറ്റ് is equal to mg. ഓക്കെ,
നമ്മളുടെ ഇക്വേഷൻസിലൊക്കെ നമ്മൾ എമ്മിൻ്റെ ടേംസിലാണ് എഴുതിയിരിക്കുന്നത്. സോ ഈ തന്നിരിക്കുന്ന വെയ്റ്റിനെ എമ്മിൻ്റെ ടേംസിലേക്ക് മാറ്റുക. സോ അതിൻ്റെ ഇക്വേഷനാണ് W is equal to M into G. സോ അങ്ങനെയാണെങ്കിൽ M എത്രയായിരിക്കും? M is equal to W by G. M is equal to W by G. Okay, so 80 by G. G എത്രയാണ്? Acceleration due to gravity, which is 9.81. സോ നമുക്ക് മാസ് കിട്ടും. ഓക്കെ, ഇനി എന്താ വേണ്ടത്? സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സ്റ്റിഫ്നെസ് ആണ്. സ്റ്റിഫ്നെസ് ഇസ് ഈക്വൽ ടു K അല്ലേ? ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? മാസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ the weight makes 4 oscillations per second. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? 4 oscillations per second എന്ന് വെച്ചാൽ ഫ്രീക്വൻസി ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഫ്രീക്വൻസി ഇസ് ദി നമ്പർ ഓഫ് oscillations per second. Okay, for the given interval. അപ്പോൾ ഇവിടെ 4 oscillations ആണ്. So what we can write, F is equal to 4 CPS. Okay, അല്ലെങ്കിൽ hertz. So it makes 4 oscillations. That means F is equal to 4 CPS അല്ലെങ്കിൽ CPS, അതായത് cycles per second അല്ലെങ്കിൽ hertz. Okay, രണ്ടും സെയിം ആണ് കേട്ടോ. സോ F is equal to 4 CPS. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് K. ഇതിലെന്താണ്? ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് ഇടുക. ഓക്കെ, നമുക്കറിയാം F is equal to, ഓക്കെ, എന്താണ് എഫിൻ്റെ ഇക്വേഷൻ? 1/2 pi root of K by M അല്ലേ? ഇതാണ് എഫിൻ്റെ ഇക്വേഷൻ. സോ ഈ ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് അറിയാം, എം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും? ഓക്കെ, 2 pi F is equal to root of K by M അല്ലേ? രണ്ട് സൈഡും സ്ക്വയർ എടുക്കുക. സ്ക്വയർ എടുക്കാൻ നേരത്ത് K by M is equal to 2 pi F the whole square. അങ്ങനെയാണെങ്കിൽ K is equal to this into M. ഓക്കെ, ക്ലിയർ അല്ലേ? So 2 pi F square is equal to K by M. So K is equal to M into 2 pi F the whole square. So M 8.15. ഓക്കെ, എഫ് 4 ആണ്. സോ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നേരത്ത് വി ഗെറ്റ് ദി ആൻസർ. അപ്പോൾ കെയുടെ ആൻസർ കിട്ടും. ഇനി സ്റ്റിഫ്നെസ്സിൻ്റെ യൂണിറ്റ് എത്രയാണ്? സ്റ്റിഫ്നെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ എക്സ് അല്ലേ? അപ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ, അതാണ് യൂണിറ്റ്. ഓക്കെ, സോ യൂണിറ്റ് ഇസ് ന്യൂട്ടൺ പെർ മീറ്റർ. ക്ലിയർ അല്ലേ? സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ യൂണിറ്റ്സ് എല്ലാത്തിൻ്റെ എഴുതിയിട്ടുണ്ട്. സോ ഫസ്റ്റ് ഇസ് ഫ്രീക്വൻസി, അത് ഹേർട്സ് അല്ലെങ്കിൽ CPS. അഗെയിൻ സ്റ്റിഫ്നെസ് ന്യൂട്ടൺ പെർ മീറ്റർ. ഇനി ആംഗുലാർ വെലോസിറ്റി ഒമേഗയുടെ യൂണിറ്റ് എന്താ? റേഡിയൻ പെർ സെക്കൻഡ്. ഓക്കെ, അഗെയിൻ വെയ്റ്റിൻ്റെ യൂണിറ്റ് W ആണ് തന്നിരിക്കുന്നതെങ്കിൽ Wൻ്റെ യൂണിറ്റ് N ആണ്. ഓക്കെ, ന്യൂട്ടൺ ആണ്. അതുപോലെ തന്നെ മാസിൻ്റെ യൂണിറ്റ് kg. ഓക്കെ, ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. In a second question, it is given a helical spring having stiffness 90 Newton per centimeter is available. What weight should be hung so that it will oscillate with a time period 1 second? Okay, അപ്പോൾ ഇവിടെ given data stiffness തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ടൈം പീരീഡ്. ഓക്കെ, കെയും തന്നിട്ടുണ്ട്, TPയും തന്നിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വെയിറ്റ് അല്ലെങ്കിൽ മാസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഹിയർ വി ആർ ഗിവൺ കെ എന്താണ് തന്നിരിക്കുന്നത്? 90 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ എന്നാണ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് ഈ സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10⁻⁻² മീറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 90 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ഒരു സെൻറ്റിമീറ്ററിന് എന്ത് ചെയ്യും? 10⁻². ഓക്കെ, സോ 90 × 10⁻² എന്ന് കിട്ടും. സോ ദാറ്റ് മേക്സ് ഇറ്റ് ഓക്കെ. സ്റ്റിഫ്നെസ്സിൻ്റെ വാല്യൂ എത്രയാണ്? 9000 ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് കിട്ടി. ക്വസ്റ്റ്യനിൽ ടൈം പീരീഡും തന്നിട്ടുണ്ട്. സോ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. 2 pi √M/K. സോ അങ്ങനെയാണെങ്കിൽ M ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ബാക്കി എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ടൈം പീരീഡിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. സോറി, ഇവിടെ നമുക്ക് എമ്മിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. സോ M is equal to 2 pi/TP is equal to √K/M അല്ലേ? അങ്ങനെയാണെങ്കിൽ
ഇതിൻ്റെ സ്ക്വയർ മാറ്റാനായിട്ട് ഓക്കെ ഈ റൂട്ട് മാറ്റാനായിട്ട് സ്ക്വയർ ചെയ്യുക രണ്ട് സൈഡും. സോ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് ഓഫ് ദിസ് വൺ, ദറ്റ് ഈസ് കെ ബൈ എം ഇസ് ഈക്വൽ ടു 2 π² ബൈ TP² എന്ന് കിട്ടും. സോ ഇങ്ങനെയാണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ കിട്ടുമല്ലോ. സോ വി ഗെറ്റ് ദി വാല്യൂ ഫോർ എം. എമ്മിൻ്റെ വാല്യൂ അറിയാമെങ്കിൽ വെയ്റ്റിൻ്റെ വാല്യൂ, വെയ്റ്റ് ഇസ് ഈക്വൽ ടു mg. സോ m ഇൻറ്റു 9.81 ചെയ്യാൻ നേരത്ത് വെയ്റ്റും കിട്ടും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഇസ് തേർഡ് ക്വസ്റ്റ്യൻ. സോ തേർഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. വെയ്റ്റ് തന്നിട്ടുണ്ട്. വെയ്റ്റ് ഓഫ് 50 Newton is suspended from a spring, vibrates vertically with amplitude 8 cm and frequency 1 oscillation per second. ഇവിടെ 3 കാര്യങ്ങളാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വൺ ഇസ് സ്റ്റിഫ്നെസ്, ദെൻ ടെൻഷൻ ആൻഡ് വെലോസിറ്റി. ഓക്കെ, സോ എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുക? ഗിവൺ ഡേറ്റയിൽ നമുക്ക് വെയ്റ്റ് തന്നിട്ടുണ്ട്. സോ വെയ്റ്റിൽ നിന്ന് എം കാൽക്കുലേറ്റ് ചെയ്യാലോ. 50 ബൈ ഓക്കെ വെയ്റ്റ് ഇസ് ഈക്വൽ ടു mg. സോ എം എത്രയാണ്? W/g. സോ W/g 50 ബൈ 9.81. ഓക്കെ, അഗെയിൻ ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. ആംപ്ലിറ്റ്യൂഡ് നിങ്ങൾ ഒന്നെങ്കിൽ എ എന്ന് എഴുതുക അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ് എന്ന് എഴുതുക. ഓക്കെ, എ ഓർ എക്സ് അല്ലെങ്കിൽ ആർ. നമ്മൾ കഴിഞ്ഞ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ആർ എന്നായിരുന്നു എടുത്തത്. സോ യു ക്യാൻ ടേക്ക് ഇറ്റ് എനിത്തിങ്, ബട്ട് ആംപ്ലിറ്റ്യൂഡ് കറക്റ്റായിട്ട് അത് സബ്സ്റ്റിറ്റ്യൂഷൻ കറക്റ്റാണ്. ഓക്കെ, അത് നിങ്ങളുടെ കൺവീനിയൻസിന് ആംപ്ലിറ്റ്യൂഡിൻ്റെ എന്ത് വെച്ച് വേണമെങ്കിലും ഡിനോട്ട് ചെയ്തു. സോ എക്സ് വെച്ചോ അല്ലെങ്കിൽ എ വെച്ചോ. ഓക്കെ, സോ ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? 8 സെൻറ്റിമീറ്റർ. ഓക്കെ, എവിടെയാണ് ആംപ്ലിറ്റ്യൂഡ് തന്നിരിക്കുക? ആംപ്ലിറ്റ്യൂഡ് ഓഫ് 8 സെൻറ്റിമീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതുപോലെ ഫ്രീക്വൻസി 1 ഓസിലേഷൻ പെർ സെക്കൻഡ്. ഓക്കെ, സോ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 1 ഓസിലേഷൻ പെർ സെക്കൻഡ്. സോ 1 CPS. ഇതിൽ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കെ ആണ്. ഓക്കെ, സോ കെ എന്താണ്? കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/2π റൂട്ട് ഓഫ് കെ ബൈ എം. സോ എം അറിയാം, ഫ്രീക്വൻസി അറിയാം, ഫൈൻഡ് സ്റ്റിഫ്നെസ്. കെ കിട്ടുമല്ലോ നമ്മൾ ഫസ്റ്റ് പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ. ഓക്കെ, സോ അവിടെ നമുക്ക് കെയുടെ വാല്യൂ കിട്ടും ന്യൂട്ടൺ പെർ മീറ്ററിൽ. ഓക്കെ, അഗെയിൻ നെക്സ്റ്റ് ഇസ് മാക്സിമം ടെൻഷൻ ഇൻ സ്പ്രിങ്. മാക്സിമം ടെൻഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? മാക്സിമം ടെൻഷൻ എന്ന് വെച്ചാൽ സ്പ്രിങ് ഫോഴ്സ്. സ്പ്രിങ്ങിലുണ്ടാകുന്ന ടെൻഷൻ എന്ന് വെച്ചാൽ സ്പ്രിങ് ഫോഴ്സ്. ഓക്കെ, സോ എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് അല്ലേ? കെ ഇൻറ്റു എക്സ്. എക്സ് എന്ന് വെച്ചാൽ ഇവിടെ ആംപ്ലിറ്റ്യൂഡാണ് എടുക്കേണ്ടത്. ഓക്കെ, എത്രയാണ്, അതായത് മാക്സിമം എത്ര ഡിസ്പ്ലേസ് ചെയ്തു, മാക്സിമം അത് എത്ര ഡിസ്പ്ലേസ് ചെയ്തു അതാണ് എടുക്കേണ്ടത്. മാക്സിമം വാല്യൂ ആണ് നമ്മളിവിടെ എടുക്കേണ്ടത്. ഓക്കെ, സോ മാക്സിമം വാല്യൂ വേണം എടുക്കാൻ. ക്ലിയർ അല്ലേ? സോ റിസ്റ്റോറിംഗ് ഫോഴ്സ്, ഇവിടെ ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി ഗെറ്റ് ദി വാല്യൂ ഫോർ റിസ്റ്റോറിംഗ് ഫോഴ്സ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇസ് വെലോസിറ്റി. സോ മാക്സിമം വെലോസിറ്റി എന്ന് വെച്ചാൽ എങ്ങനെ വരും? ഒമേഗ ഇൻറ്റു ആർ. ആർ ഒമേഗ. ആർ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ആംപ്ലിറ്റ്യൂഡ്. സോ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? ഒമേഗ ഇൻറ്റു എക്സ്. ഓക്കെ, ദറ്റ് ഈസ് 0.08. ക്ലിയർ അല്ലേ? സോ ഹോപ്പ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ക്ലിയർ. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ കറക്റ്റായിട്ട് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ. സോ ഫോർത്ത് ക്വസ്റ്റ്യനിൽ എ ബോഡി ഓഫ് മാസ്. ഓക്കെ, മാസ് തന്നിട്ടുണ്ട്, സസ്പെൻഡഡ്. ഓക്കെ, മാസ് kgയിലാണ്, അതായത് എം ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, സസ്പെൻഡഡ് ബൈ 2 springs of stiffness. ഓക്കെ, 2 സ്പ്രിങ്സ് തന്നിട്ടുണ്ട്, സ്റ്റിഫ്നെസ് 4 and 6. ഓക്കെ, അപ്പോൾ 3 ഫിഗേഴ്സിലാണ് തന്നിരിക്കുന്നത്. ദ ബോഡി ഈസ് പുൾഡ് 50 mm ഡൗൺവേർഡ്സ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? എക്സ്. ആ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 50 mm ഡൗൺവേർഡ്സ്. സോ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എഫ് കാൽക്കുലേറ്റ് ചെയ്യണം, വി മാക്സ് വെലോസിറ്റി, മാക്സിമം വെലോസിറ്റി ആൻഡ് മാക്സിമം ആക്സിലറേഷൻ. ഓക്കെ, സോ ഇതിൽ ഓരോ കേസസിലും കാൽക്കുലേറ്റ് ചെയ്യണം. 3 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ കേസിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഫിഗർ എടുക്കുക. ഇതാണ് ഫസ്റ്റ് കേസ്. സോ ഫസ്റ്റ് കേസിൽ ഇവിടെ ഇത് സീരീസിലാണ് അല്ലേ? കണക്ഷൻ എന്താണ്? സീരീസ് കണക്ഷനാണ്. സോ സീരീസ് കണക്ഷനിൽ എന്താണ് ഇക്വേഷൻ? സോ സീരീസ് ആണെങ്കിൽ ഇക്വേഷൻ റെസിപ്രോക്കൽ, അതായത് 1/ke ഈസ് ഈക്വൽ ടു 1/k1 പ്ലസ് 1/k2. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും? കെയുടെ വാല്യൂ 2.4
കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഓക്കെ, ക്വസ്റ്റ്യനിൽ കിലോ ന്യൂട്ടണിലാണ് തന്നിരിക്കുന്നത് അല്ലേ, കിലോ ന്യൂട്ടണിലല്ലേ തന്നിരിക്കുന്നത്. സോ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് കിട്ടും. സോ KE കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താ, ഫ്രീക്വൻസി. സോ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/2π√K/m. ഓക്കെ, K അറിയാം, M അറിയാം. എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഫ്രീക്വൻസി. സോ 1/2π√K/m. സോ ഫ്രീക്വൻസി വാല്യൂ കിട്ടും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അഗെയിൻ മാക്സിമം വെലോസിറ്റി. മാക്സിമം വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ആംഗുലാർ വെലോസിറ്റി ഇൻറ്റു ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ആംഗുലാർ വെലോസിറ്റി ഇൻറ്റു ആംപ്ലിറ്റ്യൂഡ് ആണ് മാക്സിമം വെലോസിറ്റി. സോ ഇവിടെ ആംഗുലാർ വെലോസിറ്റി എങ്ങനെയാണ് കിട്ടുന്നത്, 2πf. ഒമേഗ ഈസ് ഈക്വൽ ടു 2π × f. ഓക്കെ, സോ 2π × f ചെയ്യുമ്പോൾ വെലോസിറ്റി കിട്ടും, ആംഗുലാർ വെലോസിറ്റി കിട്ടും, ഇൻറ്റു ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്, 50 mm ആണ്. mm മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. സോ മാക്സിമം വെലോസിറ്റി അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഫൈനലി മാക്സിമം ആക്സിലറേഷൻ. മാക്സിമം ആക്സിലറേഷൻ എങ്ങനെയാണ് കിട്ടുക, ആക്സിലറേഷൻ്റെ ഇക്വേഷൻ ആംഗുലാർ വെലോസിറ്റി സ്ക്വയർ ഇൻറ്റു ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, സോ ഒമേഗ സ്ക്വയർ r. ഇതിൽ ഒമേഗ അറിയാം, 2πf ദ ഹോൾ സ്ക്വയർ. ഇനി r 50 mm mm മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് കേസിൽ നമുക്ക് 3 വാല്യൂസും കിട്ടി. ഇനി സെക്കൻഡ് കേസ് നോക്കാം. സെക്കൻഡ് കേസ് ഇവിടെ ഓക്കെ, ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ ഏത് കണക്ഷനാണ്, ദിസ് ഇസ് പാരലൽ കണക്ഷൻ. ഇപ്പോൾ സെക്കൻഡ് വൺ അതുപോലെ തന്നെ തേർഡ് വണ്ണും രണ്ടും സെയിം ആണ്. ഓക്കെ, പാരലൽ കണക്ഷൻ തന്നെയാണ് രണ്ടും. സോ ഇവിടെ എങ്ങനെ എഴുതാം, പാരലൽ കണക്ഷൻ ആണെങ്കിൽ സോ കേസ് ബി, ഹിയർ ദ സ്പ്രിങ്സ് ആർ ഇൻ പാരലൽ. സോ പാരലൽ ആണെങ്കിൽ ഇക്വേഷൻ എന്താണ്, സം എടുത്താൽ മതി. ഓക്കെ, ഇൻഡിവിജ്വൽ സ്പ്രിങ്സിൻ്റെ സം, ദറ്റ് ഈസ് K ഈസ് ഈക്വൽ ടു K1 + K2. സോ 6 + 4 10 എന്ന് കിട്ടും, 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. അപ്പോൾ ഈ കിലോ ന്യൂട്ടണിനെ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്നാണ് കിട്ടുന്നത്. സോ കിലോ എന്ന് വെച്ചാൽ എന്താ, 1000. സോ 1 കിലോ ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 1000 ന്യൂട്ടൺ. സോ ഈ വാല്യൂവിൻ്റെ കൂടെ ഇൻറ്റു 10⁻³ ഓക്കെ, അപ്പോൾ അത് ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ആവും. സോ 1 കിലോ ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 1000 ന്യൂട്ടൺ. ഓക്കെ, ഇനി എന്താണ്, നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ ഫ്രീക്വൻസി. ഓക്കെ, കെയുടെ വാല്യൂ മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. സോ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക. ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞാൽ ഒമേഗ ഇൻറ്റു ആംപ്ലിറ്റ്യൂഡ് ഓക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മാക്സിമം വെലോസിറ്റി കിട്ടും. അതുപോലെ ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് ആംപ്ലിറ്റ്യൂഡ് ചെയ്യാൻ നേരത്ത് വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടെ എഫ് എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ എത്രയാണോ കിട്ടിയത് ആ എഫിൻ്റെ വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, അതായത് 2.25. ഓക്കെ, ഇനി കേസ് 3യും സിമിലർ ആണ്, കേസ് 3യും പാരലലാണ്, അപ്പോൾ സെയിം, അതായത് കേസ് ബിയുടെ സെയിം ആൻസർ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 4. അടുത്തത് 5th ക്വസ്റ്റ്യനിൽ എ സ്പ്രിംഗ് ഓഫ് സ്റ്റിഫ്നെസ് 6 kN/m is cut into 2 halves and fixed to mass m as shown. If the system vibrates with frequency 3 Hz, determine mass. ഓക്കെ, സോ നമുക്ക് മാസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഒരു സ്പ്രിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഒരു സ്പ്രിംഗ്, അതിൻ്റെ സ്റ്റിഫ്നെസ് 6 kN/m. സോ സ്പ്രിംഗ് അതിൻ്റെ സ്റ്റിഫ്നെസ് 6 kN/m. സോ ഈ സ്പ്രിങ്ങിനെ രണ്ടായിട്ട് മുറിച്ചു. ഓക്കെ, സോ രണ്ടായിട്ട് മുറിച്ചു. അപ്പോൾ രണ്ടായിട്ട് മുറിക്കാൻ നേരത്ത് എന്നിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ രണ്ട് രീതിയിൽ പ്ലേസ് ചെയ്തു. ക്ലിയർ അല്ലേ? ഒറ്റ സ്പ്രിങ്ങിനെയാണ് ഇങ്ങനെ രണ്ടായിട്ട് ഹാഫ് ചെയ്തിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 6 kN/m ആയിരുന്നു ഒരു സ്പ്രിങ്, അതായത് ഈ മെയിൻ സ്പ്രിങ്ങിൻ്റെ 6 kN/m ആയിരുന്നു. ഇതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ ഒരു പീസ് ഇവിടെയും ഒരു പീസ് ഇവിടെയും വെച്ചു. ക്ലിയർ അല്ലേ? അപ്പോൾ 6 kN എന്നുള്ളത് അപ്പോൾ ഒറ്റ പീസ് ആകുമ്പോഴത്തേക്ക്, അതായത് ഹാഫ് ആകുമ്പോഴത്തേക്ക് എത്ര സ്റ്റിഫ്നെസ് ആകുമെന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. ഓക്കെ, അതിനാണ് ഇവിടെ തന്നിരിക്കുന്നത്. The stiffness is proportional, inversely proportional to the number of coils. ഓക്കെ, അതായത് ഇപ്പം ഇങ്ങനെ രണ്ട് സ്റ്റിഫ്നെസ് ഉണ്ടെന്ന് രണ്ട് സ്പ്രിങ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിൽ കോയിൽസ്, നമ്പർ ഓഫ് കോയിൽസ് ഏറ്റവും കുറവുള്ളതിന് കൂടുതൽ സ്റ്റിഫ്നെസ് ആയിരിക്കും. ഓക്കെ, അതായത് ചെറിയ സ്പ്രിങ്ങിനായിരിക്കും കൂടുതൽ സ്റ്റിഫ്നെസ്. ഓക്കെ, ഇതിനായിരിക്കും കൂടുതൽ സ്റ്റിഫ്നെസ്.
ക്ലിയർ അല്ലേ? അപ്പോൾ കോയിൽസ് കുറവാണെങ്കിൽ സ്റ്റിഫ്നെസ് കൂടുതലായിരിക്കും, കോയിൽസ് കൂടുതലാണെങ്കിൽ സ്റ്റിഫ്നെസ് കുറവായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സ്പ്രിങ്ങിന് 6 kN/m ഉള്ള സ്പ്രിങ്ങിന് 2 ആക്കി ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം എത്രയായിരിക്കും? ഓക്കെ, സ്റ്റിഫ്നെസ് അപ്പോൾ എന്താണ്? ഡബിൾ ചെയ്യും. ഓക്കെ, 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സ്പ്രിങ് ചെറുതാകുമ്പോഴത്തേക്ക്, അതായത് കോയിൽസിൻ്റെ നമ്പർ കുറയുമ്പോൾ സ്റ്റിഫ്നെസ് കൂടും. അപ്പോൾ ഇവിടെ 2 ആയിട്ട് കട്ട് ചെയ്തപ്പോഴത്തേക്ക് ഒരെണ്ണത്തിന് എത്രയായി? ഡബിളായി. ഓക്കെ, അപ്പോൾ ഒരു സ്പ്രിങ്ങിന് ഡബിൾ സ്റ്റിഫ്നെസ് ആയി. അങ്ങനെയാണ് 12 kN എന്ന് വന്നത്. അപ്പോൾ 6 kN ഉള്ളത് എങ്ങനെയൊക്കെ മാറി? 12 kN/m എന്ന് ആയി. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി സോ മാസ് തന്നിട്ടുണ്ട്. ഓക്കെ, മാസ്സാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇതിൻ്റെ ഈ തന്നിരിക്കുന്ന സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ്, ഇക്വലൻറ്റ് സ്റ്റിഫ്നെസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം ആണെങ്കിൽ ഇത് എന്ത് കണക്ഷനാണ്? ഇത് പാരലൽ അല്ലേ? നമ്മൾ ഫസ്റ്റ് അറേഞ്ച്മെൻറ്റിൽ പഠിച്ചായിരുന്നു. ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിഫ്ലക്ഷൻ സെയിം ആയിരിക്കും. സോ ഇറ്റ് ഈസ് പാരലൽ കണക്ഷൻ. സോ പാരലൽ കണക്ഷൻ ആണെങ്കിൽ KE = K1 + K2. ഓക്കെ, സോ KE എന്താണ്? പാരലൽ കണക്ഷൻ ആണെങ്കിൽ KE = 24 kN/m. ഇനി കിലോ ന്യൂട്ടനെ കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 10⁻³ ചെയ്യുക. അപ്പം Nm/m വാല്യൂ കിട്ടും. ക്ലിയർ അല്ലേ? അഗെയിൻ അപ്പോൾ സോ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റിഫ്നെസ് കിട്ടി, ഫ്രീക്വൻസി അറിയാം. സോ ഫ്രീക്വൻസിയും സ്റ്റിഫ്നെസ്സും അറിയാമെങ്കിൽ എന്താ? ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ 1/2π√K/m. ഓക്കെ, സോ ഫ്രീക്വൻസിയും സ്റ്റിഫ്നെസ്സും അറിയാമെങ്കിൽ മാസ് കാൽക്കുലേറ്റ് ചെയ്യാം. മാസ് ഇൻ kg. ഓക്കെ, kgയിലെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? സോ വി ക്യാൻ കാൽക്കുലേറ്റ് ദി മാസ്. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. A helical spring under a weight of 20 Newton extends by 0.3 mm. ഓക്കെ, ഒരു ഹെലിക്കൽ സ്പ്രിങ്. സോ ആദ്യത്തെ വെയിറ്റ്, ഒരു ഹെലിക്കൽ സ്പ്രിങ്ങിൻ്റെ വെയിറ്റ് ആയിരുന്നു, ഓക്കെ, ആദ്യത്തെ വെയിറ്റ് ആയിരുന്നു 20 Newton. 20 Newton ആയിരുന്നു വെയിറ്റ്. അത് എക്സ്റ്റെൻഡ് ചെയ്തത് 0.3 mm. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്യാന്ന് വെച്ചാൽ ഇതെന്താണ്? ഡെൽറ്റ. ഓക്കെ, സോ ഡെൽറ്റയാണ് 0.3 mm. Again, weight of 700 Newton is supported on this same spring. സെയിം സ്പ്രിങ്ങിൽ നമ്മൾ 700 Newton സപ്പോർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പ്രിങ്ങിൽ ആദ്യം 20 Newton, അപ്പോൾ 20 Newton വെച്ചപ്പോഴത്തേക്ക് ഇതായിരുന്നു എക്സ്റ്റൻഷൻ. ഓക്കെ, ഇനി ആ 20 മാറ്റിയിട്ട് നമ്മൾ 700 Newton സപ്പോർട്ട് ചെയ്തു. ഈ 700 Newton സപ്പോർട്ട് ചെയ്യുമ്പോഴുള്ള ടൈം പീരീഡ് ആൻഡ് ഫ്രീക്വൻസിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, വെൻ ദേ ആർ ഡിസ്പ്ലേസ്ഡ് വെർട്ടിക്കലി ബൈ എ ഡിസ്റ്റൻസ് ഓഫ് 0.9 cm ആൻഡ് റിലീസ്ഡ്. ഓക്കെ, സോ 0.9 cm ഡിസ്പ്ലേസ് ചെയ്തു. അതായത് ഈ 9 എന്ന് വെച്ചാൽ എന്താണ്? ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, A or X ആംപ്ലിറ്റ്യൂഡാണ് 9. ഫൈൻഡ് വെലോസിറ്റി. സോ എന്തൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട? ടൈം പീരീഡ്, ഫ്രീക്വൻസി, വെലോസിറ്റി. വെൻ വെയിറ്റ് ഈസ് 4 mm ബിലോ ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. അതായത് നമുക്ക് ആ മീൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 4 mm. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് A തന്നിട്ടുണ്ട് 0.9 cm. ഓക്കെ, ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. 1 second. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഇവിടെ 3 കാര്യങ്ങളാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് വന്നിരിക്കുന്നത് സ്പ്രിങ്ങിൻ്റെ വെയിറ്റ് 0 ആയിട്ട്, നെഗ്ലിജിബിൾ ആയിട്ട് എടുക്കാം. ഓക്കെ, സ്പ്രിങ്ങിൻ്റെ വെയിറ്റ് ആണ്, അതായത് ഈ ഒരു സംഭവത്തിൻ്റെ സ്പ്രിങ്ങിൻ്റെ വെയിറ്റ് ആണ് 0 ആയിട്ട് എടുക്കേണ്ടത്. അതല്ലാതെ ഇതെന്ന് വെച്ചാൽ നമ്മൾ അഡീഷണലി ഇടുന്ന മാസ്സാണ്. ഈ സ്പ്രിങ്ങിൽ ഇടുന്നത് വെയിറ്റ് ആണ്, മാസ് M. ഓക്കെ, സോ ഇതല്ല, ഇതിനൊരു മാസ് ഉണ്ട്. ഈ സ്പ്രിങ്ങിൻ്റെ വെയിറ്റ് ആണ് 0 ആയിട്ട് എടുക്കേണ്ടത്. സോ ഇത് നിങ്ങൾ കൺഫ്യൂസ് ആകരുത് ലാസ്റ്റ്. ക്ലിയർ അല്ലേ? സോ ഫസ്റ്റ് നമ്മളൊരു വെയിറ്റ് ഇട്ടു. ഓക്കെ, mg = K ഡെൽറ്റ. ഈ ഇക്വേഷൻ അറിയാമല്ലോ. ഓക്കെ, mg = K ഡെൽറ്റ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റിഫ്നെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് mg = K ഡെൽറ്റ എന്നിട്ട് കഴിഞ്ഞാൽ mg തന്നിട്ടുണ്ട് എത്രയായിരുന്നു? 20. നമ്മൾ ആദ്യം പറഞ്ഞു, അതായത് ഒരു സ്പ്രിങ്, ആ സ്പ്രിങ്ങിലൊരു 20 Newton വെയിറ്റ് ഇട്ടപ്പോൾ ആ സ്പ്രിങ്ങിൻ്റെ ഡീഫോർമേഷൻ എത്രയായിരുന്നു? 0.3. ഓക്കെ, അതായത് അതിൻ്റെ ഡെൽറ്റ ആയിരുന്നു തന്നിരിക്കുന്നത്. അതിൻ്റെ ഡെൽറ്റ 0.3 എന്ന് തന്നു.
സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റിഫ്നെസ് കെയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. കെ ഈസ് ഈക്വൽ ടു എം ജി ബൈ ഡെൽറ്റ. സോ കെയുടെ വാല്യൂ കിട്ടി. ഓക്കെ, സോ കെയുടെ വാല്യൂ കിട്ടി. ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഓക്കെ, ടൈം പീരീഡ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് 700. ഓക്കെ, അതായത് വെയിറ്റ് 700 ന്യൂട്ടൺ ഉള്ളപ്പോഴുള്ള ടൈം പീരീഡും ഫ്രീക്വൻസി ഇത് രണ്ടുമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എന്താ? 1/2π√m/k. ഇവിടെ മാസ് 700 ആണ്. 700 അല്ലേ, അത് 700 എന്ന് വെച്ചാൽ വെയിറ്റ് ആണ്, അതായത് ന്യൂട്ടണിലുള്ള യൂണിറ്റ് ആണ്. സോ 700/9.81 അത് ചെയ്യാൻ നേരത്ത് നമുക്ക് മാസ് കിട്ടും. ഓക്കെ, സോ കെ ഇവിടെ തന്നിട്ടുണ്ട്. ടി പി കാൽക്കുലേറ്റ് ചെയ്യാം. സോ ടി പി കിട്ടിക്കഴിഞ്ഞാൽ 1/f. ഓക്കെ, ടി പി ഈസ് ഈക്വൽ ടു 1/ഫ്രീക്വൻസി. സോ ഇവിടെ നമുക്ക് ഫ്രീക്വൻസിയുടെ വാല്യൂ കിട്ടും. ക്ലിയർ അല്ലേ? അഗെയിൻ വെലോസിറ്റി. സോ മാക്സിമം വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? വി മാക്സിൻ്റെ ഇക്വേഷൻ ആർ ഒമേഗ. ഓക്കെ, ആർ എന്ന് വെച്ചാൽ ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ്. ഇനി അത് വി മാക്സ്. സോ വി മാക്സ് ഇസ് ഈക്വൽ ടു ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു ഒമേഗ. ഓക്കെ, ആർ ഒമേഗ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു ഒമേഗ, എ ഒമേഗ. ഇനി വിയുടെ ഇക്വേഷൻ എന്താ? ഒമേഗ ഇൻറ്റു √(a² മൈനസ് x²). ഓക്കെ, അതായത് ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ മൈനസ് x². സോ ഇവിടെ മാക്സിമം വെലോസിറ്റി അല്ല, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ ഒമേഗ എന്ന് വെച്ചാൽ എന്താ? 2π ഇൻറ്റു എഫ്. എഫിൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 2π ഇൻറ്റു എഫ് ഇൻറ്റു പോയിൻറ്റ് ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട് 0.9 സെൻറ്റിമീറ്റർ. അപ്പോൾ സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ ഇൻറ്റു 10⁻⁻² ചെയ്യണം. ഓക്കെ, ഇനി അതുപോലെ തന്നെ എക്സിൻ്റെ വാല്യൂ അപ്പോൾ എത്രയാണ് ഡിസ്പ്ലേസ്ഡ് ആയത്? 4 mm ആണ്. സോ mmനെ മീറ്റർ ആക്കാം 10⁻⁻3. ക്ലിയർ അല്ലേ? സോ എയുടെ വാല്യൂ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദി ആൻസർ ഫോർ വെലോസിറ്റി. വെലോസിറ്റി m/s ആണ് യൂണിറ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. എ ട്രേ ഓഫ് മാസ് m ഈസ് മൗണ്ടഡ് ഓൺ സ്പ്രിങ്. സോ ഇങ്ങനൊരു മാസിൻ്റെ ഒരു ട്രേ ഉണ്ട്. ഈ ട്രേയിൽ നമ്മൾ സ്പ്രിങ്സ് കണക്ട് ചെയ്തേക്കുകയാണ്. ഓക്കെ, സോ സ്പ്രിങ്സിൻ്റെ ഈ ഒരു അറേഞ്ച്മെൻറ്റിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ പീരീഡ് ഓഫ് വൈബ്രേഷൻ ഓഫ് എം ടി ട്രേയുടെ വൈബ്രേഷൻ 0.5 seconds. ഓക്കെ, എം ടി ട്രേ അതായത് മാസ് എം മാത്രം ഉള്ളെങ്കിലുള്ള ടി പി എത്രയാണ്? 0.5. ആൻഡ് നമ്മളിപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1.5 kg പ്ലേസ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അതായത് m പ്ലസ് 1.5 kg കൂടെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അപ്പോഴുള്ള ടൈം പീരീഡ് 0.6. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ എന്തൊക്കെ ഡേറ്റയാണ് തന്നിരിക്കുന്നത്? ടി പി ഫസ്റ്റ് ടൈം പീരീഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? 0.5 seconds. ഓക്കെ, ഫസ്റ്റ് ടൈം പീരീഡ് 0.5 seconds. ഇനി നെക്സ്റ്റ് ടൈം പീരീഡ്. സോ ടി പി 1 0.5 seconds. ടി പി 2 എത്രയാണ് തന്നിരിക്കുന്നത്? 0.6 seconds. ഓക്കെ, അതുപോലെ മാസ് m1 എത്രയാണ്? m തന്നെ. ഓക്കെ, ആൻഡ് m2 m പ്ലസ് അതിൻ്റെ കൂടെ എത്രയാണ്? 1.5. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, T1 T2 തന്നിട്ടുണ്ട്, TP1ഉം TP2ഉം തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ M1ഉം M2ഉം തന്നിട്ടുണ്ട്. അഗെയിൻ, സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? 2π√m/k. ഓക്കെ, സോ എം അറിയാം അല്ലേ, M1ഉം M2ഉം അറിയാം, അതുപോലെ TP1 TP2 അറിയാം. നമുക്കിനി സ്റ്റിഫ്നെസ്സും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ 2 ഇക്വേഷൻസ് ഉണ്ട് അൺനോൺസുമായിട്ട്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സ്റ്റിഫ്നെസ് ആണ് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ സ്റ്റിഫ്നെസ് കിട്ടാനായിട്ട് ഈ ഒരു സിസ്റ്റം, ഇപ്പോൾ ഈ ഒരു സിസ്റ്റത്തിന് നമ്മൾ ഇക്വലൻസ് സ്റ്റിഫ്നെസ് ആയിട്ട് ഇക്വലൻസ് സ്പ്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ അതിനെന്താ ചെയ്യേണ്ടത്? ഓക്കെ, ഇപ്പോൾ ഈ ഒരു സിസ്റ്റം നോക്കുക. ഈ ഒരു സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ ഓരോന്നും, അതായത് ഫസ്റ്റ് ഇതെടുക്കുക, സെക്കൻഡ് ഇത്, തേർഡ് ഇത്, ഓക്കെ, ഇങ്ങനെ 3 ആയിട്ട് എടുക്കാം. സോ ഫസ്റ്റ് ഇത് എടുക്കാൻ നേരത്തെ ഇത് രണ്ടും എന്തിലാണ്? സീരീസ് കണക്ഷൻസാണ് അല്ലേ? സോ 1 2 3 അങ്ങനെ 3 ആയിട്ട് എടുക്കാൻ നേരത്ത് ഫസ്റ്റ് 1 സീരീസ് കണക്ഷനിലാണ്. സോ സീരീസ് കണക്ഷൻ ആണെങ്കിൽ 1/ke ഈസ് ഈക്വൽ ടു 1/k1 പ്ലസ് 1/k2. ഓക്കെ, ഇതിൽ k1ഉം k2ഉം സെയിം തന്നെയാണ്. ഓക്കെ, സോ എത്ര കിട്ടും നമുക്ക്? k ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു k/2 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അതായത് ഈ ഓരോന്നിൻ്റെ ഇക്വലൻറ്റ് സ്റ്റിഫ്നെസ് ആണ് k/2. ഓക്കെ, സോ ഓരോ ഇക്വലൻറ്റ് സ്റ്റിഫ്നെസ്സും k/2
k/2 എന്ന് കിട്ടി. ഇനി ഇപ്പോൾ ഇതെന്തായി, പാരലലായി അല്ലേ? ഇങ്ങനെ കൊടുത്തപ്പോഴത്തേക്ക് സെക്കൻഡ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇത് പാരലലാണ്. സോ അഗെയിൻ ഇതിനെ കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അതിന് K2 പാരലലാണെന്ന് വെച്ചാൽ എങ്ങനെയാണ്, സം എടുത്താൽ മതി. സോ സം എടുക്കാൻ നേരത്ത് നമുക്ക് എത്ര കിട്ടും, 1.5K എന്ന് കിട്ടും. സോ 1.5K ആണ് സ്റ്റിഫ്നെസ്. ഓക്കെ, ഈ സ്റ്റിഫ്നെസ് സ്പ്രിങ്ങിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ മാസ് മാറ്റി എന്ന് പറഞ്ഞ് സ്റ്റിഫ്നെസ് മാറത്തില്ല, സ്റ്റിഫ്നെസ് ചേഞ്ച് ആകത്തില്ല. ഓക്കെ, സ്റ്റിഫ്നെസ് ഇസ് എ കോൺസ്റ്റൻറ്റ്. സോ നമ്മൾ രണ്ട് കേസ് എടുക്കാൻ നേരത്തും സ്റ്റിഫ്നെസ് വിൽ റിമെയിൻ ദി കോൺസ്റ്റൻറ്റ്. ഓക്കെ, സോ ആദ്യത്തെ കേസ് എടുക്കുമ്പോൾ എങ്ങനെ വരും, 0.5 സ്ക്വയർ. ഓക്കെ, 0.5 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2π സ്ക്വയർ m/1.5K. സോ ഇതും 1.5K. സോ രണ്ട് ഇക്വേഷൻസ് ആക്കി എഴുതുക. ഓക്കെ, ഇപ്പോൾ രണ്ട് ഇക്വേഷൻസ് ആക്കുമ്പോൾ ഇങ്ങനെ കിട്ടും, രണ്ട് ഇക്വേഷൻസ്. സോ ഫസ്റ്റ് ഇക്വേഷനിൽ TP 1.5, TP2 0.6, പിന്നെ മാസ് m+1.5. ഓക്കെ, ഈ സ്റ്റിഫ്നെസ് സെയിം ആയിട്ട് തന്നെ, ക്ലിയർ അല്ല, സ്റ്റിഫ്നെസ് സെയിം ആയിട്ട് തന്നെ നിൽക്കും. സോ ഇനി എന്താ ചെയ്യേണ്ടത്, അതിന് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ. ഓക്കെ, സോ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യാനായിട്ടുള്ളത്, അതായത് 2π ക്യാൻസൽ ചെയ്യുക, ഇതും ക്യാൻസൽ ചെയ്യുക. ഓക്കെ, ഇതിന് 1/2 ചെയ്താൽ മതി. ഓക്കെ, സോ 0.5 സ്ക്വയർ ബൈ 0.6 സ്ക്വയർ ഈസ് ഈക്വൽ ടു m/m+1.5. ഓക്കെ, സോ അതായത് നമ്മൾ എമ്മിൻ്റെ വാല്യൂ ഈ രണ്ട് ഇക്വേഷനിൽ നിന്നും അൺനോൺ ആയിട്ടുള്ളത് m ആണ്. സോ എമ്മിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, സോ എമ്മിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. എമ്മിൻ്റെ വാല്യൂ കിട്ടുവാണെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് ഈ കിട്ടിയ എമ്മിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് TP1 ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. TP1 ഈസ് ഈക്വൽ ടു m/K. സോ K എന്ന് വെച്ചാൽ എന്താണ്, K ഈക്വലൻ്റ് എന്ന് വെച്ചാൽ 1.5